നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. മരണത്തെപ്പറ്റി പറഞ്ഞു സത്യത്തിൽ എനിക്ക് തന്നെ മടുപ്പായി തുടങ്ങി. നമ്മുടെ കൺമുന്നിലൂടെ എത്ര പേരാ കടന്നു പോണേ. ഇപ്പം തന്നെ ഗൾഫ് കൺട്രീസ് മൊത്തം മഴയ്ക്കകത്താണ്. ഷാർജയിലോ അവിടെ എവിടെയാണ് ഒരു സ്കൂൾ ബസ് ഒഴുകിപ്പോയി 10 കുട്ടികൾ മരിച്ചു, 19 പേര് മരിച്ചു, മലയാളികളടക്കം. പണ്ട് സീതി ഹാജി ചോദിച്ചു, കടലിൽ മരം ഉണ്ടായിട്ടാണോ മഴ പെയ്യുന്നതെന്ന്. ഗൾഫിലെ മഴ കാണുമ്പോൾ പേടിയാവുന്നു. ഒഴുകിപ്പോകാൻ സ്ഥലമില്ല. അതാണ് ഏറ്റവും വലിയ കഷ്ടം. മരണം എന്താ പറയുക, എപ്പോഴും മനസ്സിനെ ഒലയ്ക്കുന്നതാണ്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് 3 മരണങ്ങളെക്കുറിച്ചാണ്. ആമുഖമായിട്ട് ആദ്യം പറയുന്നത്, ജയരാജിൻ്റെ സിനിമകളിൽ പെട്ടെന്ന് നമുക്കൊരു എന്താ പറയുക എനിക്ക് അത്ഭുതം സൃഷ്ടിച്ച സിനിമയായിരുന്നു കളിയാട്ടം. ഷേക്സ്പിയറുടെ ഒഥല്ലോ എടുത്തിട്ട് അതിനെ കളിയാട്ടം നമ്മുടെ കേരളത്തിൻ്റെ തനത് കലകളുമായി സമന്വയിപ്പിച്ചുകൊണ്ട് പെരുമലയൻ്റെ കഥ പറഞ്ഞ കളിയാട്ടം. സുരേഷ് ഗോപിക്ക് മികച്ച നടൻ്റെ ഇന്ത്യയിലെ മികച്ച നടൻ്റെ അവാർഡ് ബാലചന്ദ്രൻ മേനോനോടൊപ്പം പങ്കിട്ടാണെങ്കിൽ പോലും കിട്ടിയ കളിയാട്ടം. അതിൻ്റെ തിരക്കഥ എഴുതിയ ബൽറാം മട്ടന്നൂർ. 62 വയസ്സേ ആയുള്ളൂ. ക്യാൻസർ രോഗബാധിതനായി കുറേ കാലമായി ചികിത്സയിലായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും കളിയാട്ടത്തിൻ്റെ തിരക്കഥാകാരൻ എന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. അദ്ദേഹം പോയി. CH പത്മനാഭൻ നമ്പ്യാരുടെയും CM ജാനകിയമ്മയുടെയും മകൻ. കർമ്മയോഗി, സാമവാക്യം, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും, അന്യലോകം തുടങ്ങി 4-5 സിനിമകൾക്ക് തിരക്കഥ എഴുതി. പക്ഷേ കളിയാട്ടം പോലെ മറ്റ് സിനിമകളൊന്നും ശ്രദ്ധേയമായില്ല. മുയൽ ഗ്രാമം, രവി ഭഗവാൻ, കാട്ടിലൂടെ, നാട്ടിലൂടെ, പിന്നെ പാവപ്പെട്ട കഥ, ജീവിതം പൂങ്കാവനം, അനന്തം, കാശി തുടങ്ങിയ കുറേ പുസ്തകങ്ങളും എഴുതി. ഭാര്യയുടെ പേര് സൗമ്യ, മകൾ ഗായത്രി. എപ്പോൾ കാണുമ്പോഴും നല്ല എന്താ പറയുക, ഒരു വളരെ സീരിയസായ മീശയൊക്കെ ക്ലീൻ ഷേവൊക്കെ ചെയ്ത് എന്താ പറയുക, നല്ല ബലിഷ്ഠമായ ആരോഗ്യപരമായ ശരീരമുണ്ടെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ആളായിരുന്നു ബൽറാം. എനിക്ക് പരിചയമൊന്നുമില്ല. ഇത്ര വേഗം കടന്നു പോകുമെന്ന് കരുതിയതേ അല്ല. ഇന്നലെ ബൽറാം പോയി 62ാമത്തെ വയസ്സിൽ. അടുത്ത് ഞാൻ പറയുന്ന ഒരു സംഗീത കുലപതിയെക്കുറിച്ച്. അദ്ദേഹത്തിന് 90 വയസ്സായി. ഒരുപാട് കാലമായി രോഗപീഠകളാൽ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള മനുഷ്യനായിരുന്നു KG ജയൻ. KG ജയൻ എന്ന് നമ്മൾ പറഞ്ഞാൽ പെട്ടെന്ന് ജാലകമൊക്കെ ചെയ്ത ക്യാമറാമാൻ KG ജയനാണ് ഓർമ്മ വരിക. KG ജയൻ എന്ന് പറഞ്ഞ ജയവിജയന്മാരിലെ ജയൻ. 36 വർഷമായി ഒറ്റയ്ക്ക് ജയവിജയന്മാരിലെ ജയൻ ഒറ്റയ്ക്ക് ജയവിജയൻ എന്ന് പറഞ്ഞ് പാടുന്നു. 1988 54ാമത്തെ വയസ്സിൽ KG ജയൻ മരിക്കുന്നത്. ഇവർ ഇരട്ടകളായിരുന്നു. KG വിജയൻ മരിക്കുന്നത് 54ാമത്തെ വയസ്സിൽ. 1934 നവംബർ 21 ഇരുവരും ജനിച്ചത്. ഒരു നല്ല എന്താ പറയുക, മലയാളത്തിൽ അധികം പറയാനില്ലാത്ത ഇരട്ടകളായിരുന്നു ജയവിജയന്മാർ. തമിഴ്, മലയാളം അടക്കമുള്ള സിനിമകളിലായി 30 സിനിമകൾക്ക് പാട്ടുകൾ ഉണ്ടാക്കി. നൂറുകണക്കിന് ഭക്തിഗാനങ്ങൾ, പ്രത്യേകിച്ച് അയ്യപ്പൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ജനപ്രിയമായ ഒരുപാട് ഭക്തിഗാനങ്ങൾ ചെയ്ത ആളായിരുന്നു ജയവിജയന്മാരും ജയനും. ഇപ്പോൾ ശ്രീകോവിൽ നട തുറന്നു എന്നുള്ള ഒറ്റ പാട്ട് മതി ജയവിജയന്മാരെ മലയാളി ഉള്ളിടത്തോളം കാലം ഓർക്കാൻ. അതേപോലെ രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ, അതാ ഞാൻ പാടുന്ന ഗീതത്തോടാണോ എന്ന് ചോദിക്കുന്ന കൃഷ്ണനെക്കുറിച്ചുള്ള ഭക്തിഗാനം രമേശൻ നായർ എഴുതി, ജയൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ മനോഹരമായ പാട്ടാണ്. കോട്ടയത്ത് ചൂട്ടുവേലി കടമ്പൂത്ര മഠം K. ഗോപാലൻ തന്ത്രിയുടെയും PK. നാരായണിയമ്മയുടെയും മകനാണ് KG ജയൻ. തിരുവനന്തപുരം സ്വാതിരുന്നാൾ അക്കാദമിയിൽ നിന്ന് ഗാനഭൂഷണം ഡിപ്ലോമ നേടി.
VK സരോജിനിയാണ് ഭാര്യ. ബിജു കെ ജയനും മനോജ് കെ ജയൻ, നമ്മുടെ പ്രിയപ്പെട്ട നടൻ മനോജ് കെ ജയനുമാണ് മക്കൾ. 6-ാം വയസ്സിൽ കോട്ടയം രാധാകൃഷ്ണസ്വാമിയുടെ കീഴിലാണ് സംഗീത പഠനം തുടങ്ങിയത് രണ്ടുപേരും, ജയനും വിജയനും. ഉപരിപഠനം ചെന്നൈ വൈദ്യനാഥ് ഭാഗവതരുടെയും ഡോക്ടർ ബാലമുരളീകൃഷ്ണയുടെയും മേൽനോട്ടത്തിലായിരുന്നു. ശ്രീമൂല നഗരം വിജയൻ രചിച്ച, വിജയൻ മാത്രമല്ല KC മുട്ടുച്ചിറയും അങ്ങനെ 2 ഗാനരചയിതാക്കൾ രചിച്ച ഭൂമിയിലെ മാലാഖകൾ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടുകൾക്ക് സംഗീതം നൽകിക്കൊണ്ടാണ് സിനിമയിൽ ജയവിജയന്മാരുടെ തുടക്കം. ഭൂമിയിലെ മാലാഖ കഴിഞ്ഞപ്പോൾ കുരുതിക്കളം, നിറകുടം, സൂര്യകാന്തി, മാറ്റുലി, സീമന്തിനി, പിച്ചിപ്പൂ, എനിക്ക് വിശക്കുന്നു, തെരുവുഗീതം തുടങ്ങി 30ഓളം സിനിമകൾക്ക് സംഗീതം നൽകി. അതിൽ ഈ തെരുവുഗീതത്തിലെ പടം റിലീസായിട്ടില്ല. അതിലെ പാട്ട് എന്നും കാലാതിവർത്തിയായി നിലനിൽക്കുന്ന പാട്ടാണ്. ചിത്രീകരണം എന്തുകൊണ്ടോ പാതി വഴിയിൽ മുടങ്ങിപ്പോയി. തെരുവുഗീതത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഹൃദയം ദേവാലയം, പോയ വസന്തം, നിറമാല ചാർത്തും, ആരണ്യ ദേവാലയം, മാനവഹൃദയം ദേവാലയം എന്ന് പറയുന്ന ബിച്ചു തിരുമല എഴുതി യേശുദാസ് പാടിയ മനോഹരമായ പാട്ടാണ്. ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ട് നടക്കാറുണ്ട് ഇവിടെ എന്നും അതിലെ ഒരു പ്രധാനപ്പെട്ട വരികളാണ്. ആനകളില്ലാതെ അമ്പലമില്ലാതെ ആറാട്ട് നടക്കാറുണ്ട് ഇവിടെ. അതുപോലെ തന്നെ മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന് കഥകളി ആടാറുണ്ട് ഇവിടെ. അതുപോലെ മുറജപമില്ലാത്ത, കൊടിമരമില്ലാത്ത പുണ്യമഹാക്ഷേത്രമാണ് മാനവഹൃദയമെന്നും ബിച്ചു തിരുമല എഴുതി വെച്ചു. വിഗ്രഹമില്ലാതെ പുണ്യാഹമില്ലാതെ അഭിഷേകം കഴിക്കാറുണ്ടെന്നും ദുഃഖങ്ങൾ മുഴുക്കാപ്പ് ചാർത്താറുണ്ടെന്നും ഈ പാട്ടിലുണ്ട്. മേൽശാന്തിയില്ലാതെ മന്ത്രങ്ങൾ ചൊല്ലാതെ കലശങ്ങൾ ആടാറുണ്ടെന്നും ഓർമ്മകൾ ശീവേലി കൂടാറുണ്ടെന്നും എഴുതി. മനോഹരമായ വരികളാണ് ബിച്ചു തിരുമല എഴുതി വെച്ചത്. ഈ പാട്ടിൽ ഇടയ്ക്ക് വയറ്റിലടിച്ച് പാടുന്നതിൻ്റെ ഒരു ബിറ്റുണ്ട്. ഇന്നത്തെ പോലെ ഉപകരണങ്ങൾ കൊണ്ട് നമുക്ക് കൃത്രിമമായി വയറ്റത്തടിക്കുന്നതൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത കാലമായിരുന്നു റെക്കോർഡ് ചെയ്യുമ്പോൾ. 70കളല്ലേ, ലൈവ് റെക്കോർഡിങ്ങുമാണ്. 10-15 വാദ്യോപകരണങ്ങൾ ഭംഗിയായി വായിക്കാൻ മിടുക്കുള്ള മുരുകേഷ് എന്ന് പറഞ്ഞൊരു കലാകാരൻ ആ കാലത്തുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ആ വയറ്റത്തടിക്കുന്ന ജയവിജയന്മാർ പറഞ്ഞതുപോലെ വയറ്റടിക്കാൻ ഞാൻ അടിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം റെഡിയായി. പാൻസ് താഴ്ത്തി വെച്ചിട്ട് ലൈവിൽ മുരുകേഷ് വയറ്റിൽ താളമിട്ടു. റെക്കോർഡിങ് കഴിയുമ്പോഴേക്കും മുകേഷിൻ്റെ വയർ ചുവന്ന് തൊടുത്ത് വല്ലാണ്ടായി. കാരണം ആ പാട്ട് നിങ്ങളൊന്നുകൂടെ കേട്ട് നോക്കൂ, വയറ്റത്തടിക്കുന്നത് എന്ത് രസമായിട്ടാണ് മുരുകേഷ് അടിച്ചിരിക്കുന്നത്. എന്നാലും മനോഹരമായ ഒരു പാട്ടിന് താളം പിടിക്കാനായ സന്തോഷമായിരുന്നു മുരുകേഷിന്. വയറ് അടിച്ച് ചുവന്നൊന്നും മുകേഷ് കാര്യമാക്കിയില്ല. 1970 വാഹിനി സ്റ്റുഡിയോയിലായിരുന്നു തെരുവുഗീതത്തിൻ്റെ ഈ പാട്ട് റെക്കോർഡ് ചെയ്തത്. MS വിശ്വനാഥൻ്റെ വിശ്വസ്തനായ അസിസ്റ്റൻ്റായിരുന്നു മുരുകേഷ്. ഹൃദയം ദേവാലയം സിനിമയ്ക്കായി എഴുതിയ പാട്ട് പോലും അല്ല, സിനിമ അതുകൊണ്ട് തന്നെ എനിക്ക് സിനിമ ആയതുമില്ല. നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ മഹാക്ഷേത്രങ്ങൾക്ക് മുന്നിൽ എന്ന് പറഞ്ഞൊരു മനോഹരമായ പുസ്തകമുണ്ട്. ഞാൻ അതിശയത്തോടെ വായിച്ച പുസ്തകമാണ്. ആ മഹാക്ഷേത്രങ്ങൾക്ക് മുന്നിൽ എന്ന പുസ്തകം വായിച്ചപ്പോൾ ബിച്ചു തിരുമലയ്ക്ക് തോന്നി ഈ ആശയം വെച്ച് കുറച്ച് വരികൾ കുറിച്ചിടാമെന്ന്. ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ട് നടക്കാറുണ്ട് ഇവിടെ എന്നൊക്കെ എഴുതാൻ പ്രേരിപ്പിച്ചത് ഈ പറഞ്ഞ നാലാങ്കലിൻ്റെ ഈ മഹാക്ഷേത്രങ്ങൾക്ക് മുന്നിലെന്നുള്ള പുസ്തകം വായിച്ചതിൽ നിന്നാണ്. അപ്പോൾ തെരുവുഗീതത്തിൽ പാട്ടെഴുതുന്ന അവസരത്തിൽ സിറ്റുവേഷൻ കേട്ടപ്പോൾ ഈ കുറിച്ചിട്ട പാട്ട് ഹൃദയം ദേവാലയം എന്നുള്ള പാട്ട് യോജിക്കുമെന്ന് ബിച്ചു തിരുമലയ്ക്ക് തോന്നി. അദ്ദേഹം ആ വരികളെടുത്ത് സംഗീത സംവിധായകനെയൊക്കെ പാടിക്കേൽപ്പിച്ചു. അങ്ങനെയാണ് തെരുവുഗീതത്തിന് വേണ്ടി ആ പാട്ട് റെക്കോർഡ് ചെയ്തത്. 12ാമത്തെ വയസ്സിൽ കുമാരനെല്ലൂർ ക്ഷേത്രനടയിലായിരുന്നു ജയവിജയന്മാരുടെ അരങ്ങേറ്റം. സംഗീത പഠനം കഴിഞ്ഞ് സർക്കാർ സ്കൂളിൽ സംഗീത അധ്യാപകരായി. തീറാതാരം, പ്രേതലോകം, വേലുത്തമ്പി ദളവ തുടങ്ങിയ നാടകങ്ങൾക്ക് പാട്ടുകൾ ചെയ്തു. ആ അവസരത്തിലാണ് ജോസ് പ്രകാശ് സംവിധാനം ചെയ്യുന്ന പ്രിയപുത്രൻ എന്ന് പറയുന്ന നാടകത്തിലെ പാട്ടുകൾ ചെയ്യാനായിട്ട് ജ്യേഷ്ഠാനുജന്മാരെന്ന് പറയാൻ ഇരട്ടകളല്ലേ, എന്നാലും ജയനും വിജയനും കൂടി ചെല്ലുന്നത്. പാട്ടെല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ജോസ് പ്രകാശ് പറഞ്ഞു, ഈ KG ജയൻ KG വിജയൻ അത് വേണ്ട, നമുക്ക് ആ ഇനിഷ്യലൊക്കെ വെട്ടിക്കളയാം. നിങ്ങൾക്ക് ഈ പറയുന്ന പ്രിയപുത്രൻ മുതൽ നിങ്ങൾ രണ്ടുപേരും ജയവിജയന്മാരായാൽ മതി എന്ന് പറഞ്ഞ് പേരിട്ടത് ജോസ് പ്രകാശായിരുന്നു. PA തോമസിൻ്റെ ഭൂമിയിലെ മാലാഖയ്ക്ക് 2 പാട്ടുകളാണ് അദ്ദേഹത്തിന് എഴുതാൻ കിട്ടിയത്. അവസരം
അന്വേഷിച്ച് നടന്ന് ചെരുപ്പുകൾ തേഞ്ഞതല്ലാതെ പ്രയോജനമില്ലാത്ത കാലത്ത് പി എ തോമസിൻ്റെ സഹായം വിലമതിക്കാത്ത, അത്രയും വിലമതിപ്പുള്ള, വിലയിടാൻ പറ്റാത്ത ഒരു അനുഗ്രഹമായിരുന്നു എന്ന് മരണം വരെയും ജയവിജയന്മാർ പറയുമായിരുന്നു. പ്രത്യേകിച്ച് ജയം പറയുമായിരുന്നു. കുരുതിക്കളം എന്ന സിനിമയ്ക്കായി ശുപാർശ ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട നടൻ സത്യനായിരുന്നു. ഷൺമുഖപ്രിയ, പാപ്പാത്തി തുടങ്ങിയ തമിഴ് ചിത്രങ്ങൾക്ക് വേണ്ടിയും ജയവിജയന്മാർ സംഗീതം നൽകി. HMV, ഹിസ് മാസ്റ്റേഴ്സ് വോയിസ്, അവർ ഇഷ്ടദൈവമേ സ്വാമി ശരണമയ്യപ്പ എന്ന് പറഞ്ഞ പി ലീലയെ കൊണ്ട് പാടിച്ച ഭക്തിഗാനങ്ങൾ മുഴുവൻ സംഗീതം കൊടുത്തത് ജയവിജയന്മാരായിരുന്നു. അതുപോലെ ജയചന്ദ്രൻ്റെ പേരിലിറങ്ങിയ ശ്രീ ശബരീശ ദീനദയാള എന്ന് പറഞ്ഞ LP വേണ്ടിയും പാട്ടുകൾ സംഗീതം കൊടുത്തത് ജയവിജയന്മാരായിരുന്നു. ദർശനം പുണ്യദർശനം എന്ന് പറഞ്ഞ അയ്യപ്പ ഭക്തി ഗാനങ്ങൾക്ക് വേണ്ടിയാണ് യേശുദാസിനായിട്ട് ആദ്യമായിട്ട് ജയവിജയന്മാർ സംഗീതം നൽകുന്നത്. ഈ പാട്ടുകളുടെ എല്ലാം കണ്ടക്ട് ചെയ്തത് നമ്മുടെ റഹ്മാൻ്റെ അച്ഛൻ RK ശേഖറായിരുന്നു. ഇരട്ടകൾ ഒറ്റ മനസ്സോടെ ജീവിച്ച ഇരട്ടകളായിരുന്നെങ്കിലും KG വിജയൻ്റെ വിയോഗത്തിന് ശേഷം ആദ്യമായി KG ജയൻ ഒറ്റയ്ക്ക് കച്ചേരി നടത്തുന്നത് കോട്ടയത്ത് നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിലായിരുന്നു. വിജയൻ്റെ മരണത്തിന് മുമ്പേ ഏറ്റ പ്രോഗ്രാം ആയതുകൊണ്ട് മാത്രമാണ് ആ കച്ചേരിക്ക് ജയൻ ചെന്നത്. പാടാൻ തുടങ്ങുമ്പോൾ കണ്ണുകൾ ഈർന്നണിഞ്ഞു, വരികൾ ഇടറി, വരികൾ പിടികൊടുക്കാതെ പിടഞ്ഞു. കേട്ടിരുന്നവരും നിശബ്ദരായിരുന്നു. അവർക്ക് മനസ്സിലായി കൂടെ പാടേണ്ട ഒരാത്മാവും രണ്ട് ശരീരവുമായി ജീവിച്ച ജയവിജയന്മാരിലെ വിജയൻ ഇല്ലാത്തതുകൊണ്ടാണ് ജയൻ്റെ കണ്ടമിടറുന്നത് എന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരും മിണ്ടാതെ നിശബ്ദരായി കേട്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ ജയൻ്റെ ദുഃഖം ആ ഓഡിയൻസിൻ്റെ ദുഃഖമായി മാറി. ഷഡ്ജം മുതൽ പഞ്ചമം വരെ വിജയൻ പാടുമ്പോൾ പഞ്ചമം മുതൽ ഷഡ്ജം വരെ ജയൻ പാടും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ രണ്ടുപേരുടെ ഒന്നായി പാടും. ഇതായിരുന്നു അവരുടെ സംഗീത കച്ചേരിയിലെ രീതി. നാഗമ്പടത്തെ പ്രോഗ്രാമിന് ശേഷം പിന്നെ ഒരു വർഷത്തോളം ജയൻ പാടിയതേയില്ല. തിരുവനന്തപുരത്തെ തിരുവാഭരണ ഘോഷയാത്ര, ശബരിമലയിൽ, തിരുവനന്തപുരത്തല്ല ശബരിമലയിൽ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തുമ്പോൾ തുടർച്ചയായി 30 വർഷം ജയവിജയന്മാരുടെ കച്ചേരി നടക്കുമായിരുന്നു. ഈ ശ്രീകോവിൽ നട തുറന്നു എന്നുള്ള അടക്കം അവർ സംഗീതം കൊടുത്ത എല്ലാ പാട്ടുകളുടെയും ഒരു കച്ചേരി നടക്കും. 30 വർഷം തുടർച്ചയായിട്ട് നടത്തി. KG വിജയൻ്റെ മരണശേഷം 12 വർഷക്കാലം, അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നശിക്കുന്നത് വരെ 12 വർഷക്കാലം ജയൻ ഒറ്റയ്ക്ക് ഈ പറഞ്ഞ തിരുവാഭരണ ഘോഷയാത്ര തിരുസന്നിധിയിലെത്തുമ്പോൾ കച്ചേരി നടത്തുമായിരുന്നു. 2019 രാജ്യം പത്മശ്രീ നൽകി ജയനെ ആദരിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കലാരത്നം പുരസ്കാരം നൽകി. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നൽകി. ഭക്തി സംഗീത സാമ്രാട്ട് അവാർഡ്, തത്വമസി അവാർഡ്, ഹരിവരാസന അവാർഡ് തുടങ്ങി ഭക്തിയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം അവാർഡുകൾ കേരളത്തിലുണ്ടോ ഏറെക്കുറെ എല്ലാം ജയൻ കരസ്ഥമാക്കി. യേശുദാസ് ആലപിച്ച സുപ്രഭാതവും യേശുദാസ് ആലപിച്ച ഹരിവരാസനം കേട്ടാണല്ലോ ശ്രീ അയ്യപ്പൻ ഉണരുന്നതും അയ്യപ്പൻ ഉറങ്ങുന്നതും. എന്നാൽ നട തുറക്കുന്ന സമയത്ത്, ശ്രീ സന്ധ്യ നേരത്ത്, നട തുറക്കുന്ന നേരത്ത് ശ്രീകോവിൽ നട തുറന്നു എന്നുള്ള ജയവിജയന്മാരുടെ പാട്ടാണ് ശബരിമലയിൽ കേൾപ്പിക്കാറ്. പൊന്നമ്പലത്തിൽ ശ്രീകോവിൽ നട തുറന്നു എന്ന ഗാനത്തോടെ തുറക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ഭക്തരുടെ മനസ്സിലേക്ക് അറിയാതെ അയ്യപ്പനോടുള്ള ഭക്തി ഇരച്ച് കയറും. എറണാകുളത്ത് മാറ്റ് നടത്തിയ ഒരു വലിയ സംഗീത സംഗമം ഉണ്ടായിരുന്നു. ആ സംഗീത സംഗമത്തിൽ അച്ഛൻ ജയനും മകൻ മനോഹ്യ ജയനും കൂടിയാണ് തെരുവുഗീതത്തിലെ ഹൃദയം ദേവാലയം എന്നുള്ള പാട്ട് പാടിയത്. ആ സംഗീത സംഗമത്തിൽ അല്ലെങ്കിൽ ആ ഉത്സവത്തിൽ അച്ഛനും മകനും കൂടി പാടിയ ഏക ഗാനവും അതായിരുന്നു. മനോഹ്യ ജയന് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറയാം. 1970കളിൽ സിനിമയിൽ അവസരം നേടി ചെന്നൈയിലെ മൈലാപ്പൂരിലെ മുരുഡീസ് ലോഡ്ജിൽ ജയവിജയന്മാർ താമസിക്കുന്ന കാലം. മുരുഡീസിലാണ് അവർ താമസിച്ചിരുന്നത്. ഇവരെ പോലെ തന്നെ അവസരങ്ങൾ തേടി ഒരു ശിവശങ്കരൻ നായരും അവിടെ താമസമുണ്ടായിരുന്നു. ആ ശിവശങ്കരൻ നായരാണ് പിന്നീട് ബിച്ചു തിരുമലയായി മാറിയത്. ഇടയ്ക്കൊക്കെ ബിച്ചു ജയവിജയന്മാരുടെ മുറി കയറി ചെല്ലും. ഒരുപാട് നേരം ഇരുന്ന് ആർക്കും അവസരങ്ങളില്ലല്ലോ, അതുകൊണ്ട് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് അലഞ്ഞ കഥകളും കിട്ടാൻ പോകുന്ന കഥകളും ഒക്കെ പറഞ്ഞിരുന്നിട്ട് പോവും. അങ്ങനെ ഒരു സന്ധ്യയ്ക്ക് ബിച്ചു തിരുമല ജയവിജയന്മാരുടെ മൊറഡീസിലെ റൂമിൽ ചെന്നു. കൈവശമുള്ള ഡയറിയും പിന്നെന്തോ കവറോ എന്തോ ഉണ്ടായിരുന്നു, അതൊക്കെ
അവിടെ മേശപ്പുറത്ത് വച്ചിട്ട് തൊട്ടടുത്തുള്ള കപാലീശ്വര ക്ഷേത്രത്തിൽ പിച്ചു തിരുമല തൊഴാൻ പോയി. വെറുതെ ഒരു കൗതുകത്തിന് ആ ഡയറിയിൽ എന്തുണ്ട് എന്നറിയാനായിട്ട് ജയൻ മേശപ്പുറത്തിരുന്ന ഡയറി എടുത്ത് മറിച്ച് നോക്കിയപ്പോൾ അതിശയപ്പെട്ടു പോയി. കാരണം ഒരു കവിത എഴുതി വച്ചിരിക്കുന്നത് തൻ്റെ ഗുരുനാഥനായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെ കുറിച്ചും വയലിൻ മാന്ത്രികനായ ചൗഡയെക്കുറിച്ചും മൃദംഗ ചക്രവർത്തിയായ പാലക്കാട് മണിയെക്കുറിച്ചും ഒക്കെയാണ് ആ കവിതയിൽ എഴുതിയിരിക്കുന്നത്. അത് വിജയന് വായിക്കാൻ കൊടുത്തു. അങ്ങനെ ജ്യേഷ്ഠാനുജന്മാർ അപ്പം തന്നെ ആ കവിതയ്ക്ക് സംഗീതം നൽകി. കപാലീശ്വര ക്ഷേത്രത്തിൽ പോയി തൊഴുത് തിരിച്ചു വന്ന പിച്ചു തിരുമലയുടെ മുന്നിൽ അനുജനും ജ്യേഷ്ഠനും കൂടി ആ കവിത പാടിക്കേൽപ്പിച്ചു. അവർ പെട്ടെന്ന് കൊടുത്ത നിമിഷ നേരം കൊണ്ട് കൊടുത്ത സംഗീതം പാടിക്കേൽപ്പിച്ചു. പാട്ട് തീരും വരെ പിച്ചു തിരുമല വിതുമ്പിക്കൊണ്ടേയിരുന്നു. അറിയാതെ മനസ്സിലേക്ക് അത് ആവാഹിച്ചുകൊണ്ടായിരിക്കാം അദ്ദേഹം കരഞ്ഞുപോയി. 7 വർഷം കഴിഞ്ഞ് 1977 ഭീംസിംഗിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. തമിഴിൽ ഒരുപാട് ഭാഗപിരിവിനെ അടക്കം ഒരുപാട് സിനിമകൾ ചെയ്ത ആളാണ് ഭീംസിംഗ്, നമ്മുടെ നടി സുകുമാരി ചേച്ചിയുടെ ഭർത്താവ്. ഭീംസിംഗ് തമിഴിൽ ചെയ്ത് അദ്ദേഹം സംവിധാനം ചെയ്ത ഭാഗപിരിവിനെ എന്ന് പറഞ്ഞ ചിത്രം, ശിവാജി ഗണേശൻ വെച്ച് സാവിത്രിയും വെച്ച് ചെയ്ത ഭാഗപിരിവിനെ മലയാളത്തിൽ റീമേക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ഭാഗപിരിവിനയിൽ കണ്ണദാസനാണ് പാട്ടുകൾ എഴുതിയത്. വലിയ ഹിറ്റായ പാട്ടുകളായിരുന്നു. വിശ്വനാഥൻ രാമമൂർത്തി ടീം, നമ്മളെ MS വിശ്വനാഥനും രാമമൂർത്തി ടീമുമായിരുന്നു അതിലെ പാട്ടുകൾ ചെയ്തത്. ശിവാജി ഗണേശനായിരുന്നു അതിൽ നായകനായിട്ട് അഭിനയിച്ചത്. മലയാളത്തിൽ കമൽഹാസനും ശ്രീദേവിയുമാണ് അഭിനയിക്കുന്നത്. മലയാളം റീമേക്കിന് സംഭാഷണം എഴുതിയത് നടനും നാടകകൃത്തും കലാകാരനുമൊക്കെ ആയ വഴിതെറ്റിപ്പോയ സുരാസു ആയിരുന്നു. ഭാഗപിരിവിനയിൽ പൊങ്കലിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പാട്ടുണ്ട്. മലയാളത്തിൽ പൊങ്കൽ പറ്റില്ലല്ലോ, അപ്പോൾ എന്ത് ചെയ്യാമെന്നുള്ള ചർച്ച വന്നപ്പോൾ പിച്ചു തിരുമല പറഞ്ഞു, പൊങ്കലിന് പകരം നവരാത്രിയാക്കിയാൽ നന്നാവും. 7 വർഷം മുമ്പ് ബിച്ചു തൻ്റെ ഗുരുനാഥനായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെക്കുറിച്ച് എഴുതിയ പാട്ട് ഇവിടെ ഉപയോഗിക്കാമെന്നായി ജയവിജയമാർ. പെട്ടെന്ന് അവർക്ക് ഓർമ്മ വന്നു, അന്ന് സന്ധ്യയ്ക്ക് കപാലീശ്വര ക്ഷേത്രത്തിൽ പോയ സമയം കൊണ്ട് ഞങ്ങൾ കേട്ട ആ കവിത ഇവിടെ ഉപയോഗിക്കാം എന്ന് ജയവിജയമാർ സജസ്റ്റ് ചെയ്തു. ഈ പാട്ട് ക്യാമറയ്ക്ക് മുന്നിൽ യേശുദാസ് പാടി അഭിനയിച്ചാൽ സിനിമയ്ക്ക് വലിയ ഗുണമാകുമെന്ന് തീരുമാനിച്ചു. യേശുദാസ് പാടി അഭിനയിക്കുകയും ചെയ്തു. അതാണ് നക്ഷത്രദീപങ്ങൾ തിളങ്ങി എന്നുള്ള പാട്ട്. 80-ാം വയസ്സിൽ ചെമ്പയുടെ കച്ചേരിക്ക് മൃദംഗം വായിച്ച, 80-ാം വയസ്സിൽ അല്ല 8-ാം വയസ്സിൽ, ഒരു 0 കൂടി പോയി, 8-ാം വയസ്സിൽ ചെമ്പയുടെ കച്ചേരിക്ക് മൃദംഗം വായിച്ച ദൊരൈ എന്ന ആൾ ഈ പാട്ടിനും മൃദംഗം വായിച്ചു. അതുപോലെ സപ്തതന്ത്രികളുള്ള വയലിൻ വായിക്കുന്നതിൽ അദ്വൈതനായ കേശവമൂർത്തിയായിരുന്നു വയലിൻ വായിച്ചത് ഈ നക്ഷത്രദീപങ്ങൾ തിളങ്ങി എന്നുള്ള പാട്ടിന് വേണ്ടി. ജമിനി സ്റ്റുഡിയോയിൽ കോടീശ്വർ റാവു ആണ് ഈ കാലാതിവർത്തിയായ പാട്ട് റെക്കോർഡ് ചെയ്തത്. നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപം ഒരുങ്ങി, രാജധാനി വീണ്ടും, സ്വാതി തിരുനാളിൻ രാഗസുധാസാഗരത്തിൽ നീരാടി എന്നുള്ള ഈ ചിത്രത്തിൽ തന്നെ മനോഹരമായ പാട്ടായിരുന്നു. ഈ ചിത്രത്തിൽ തന്നെ കമൽഹാസൻ പാടുന്ന ഒരു താരാട്ട് പാട്ടുണ്ടായിരുന്നു. ആരാരോ ആരിരാരോ, ജീവിതം എനിക്കൊരു തൂക്കുപാലം, ജീവികൾ നാമെല്ലാം സഞ്ചാരികൾ, അക്കരയ്ക്കെത്താൻ ഞാൻ ബുദ്ധിമുട്ടുമ്പോൾ ഇക്കരെ നീയും വന്നതെന്തിനാണാവോ എന്ന് ചോദിക്കുന്ന കുഞ്ഞെ എന്നും ചോദിക്കുന്നൊരു നല്ല പാട്ടായിരുന്നു പിച്ചു തിരുമല എഴുതിയ നല്ല താരാട്ട് പാട്ടാണ്. പക്ഷേ എന്തുകൊണ്ടോ മലയാളത്തിൽ അത് ശ്രദ്ധിക്കപ്പെടാതെ പോയി. യേശുദാസാണ് പാടിയത്. ഇങ്ങനെ ചില പാട്ടുകൾ ചർച്ച ചെയ്യപ്പെടാതെ പോകും. ഞാൻ പലപ്പോഴും ആലോചിക്കും, എന്തുകൊണ്ട് ഈ നിറകൂടത്തിലെ പാട്ട് എനിക്ക് പാടാനറിയില്ല. മനസ്സിൽ പാട്ടുണ്ട്, പക്ഷേ പാടാൻ കഴിയില്ല. നല്ല പാട്ടാണ്. നിങ്ങളൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും, ആരാരോ ആരാരോ എന്നുള്ള. നക്ഷത്രദീപങ്ങൾ തിളങ്ങി നിറകൂടത്തിനായി ഉറപ്പിച്ചെങ്കിലും സംഗീത കച്ചേരികളുടെ തിരക്ക് കൊണ്ട് റെക്കോർഡിംഗ് ഒന്ന് നീട്ടിവെച്ചു. ഒരു ഭയങ്കര തിരക്കിലായിരുന്നു സംഗീത കച്ചേരി. അപ്പോൾ അത് കഴിഞ്ഞ് റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞ് വച്ചിരിക്കുകയാണ്. റെക്കോർഡ് ചെയ്തിട്ടില്ല, യേശുദാസ് പാടിയിട്ടില്ല. കോയമ്പത്തൂരിൽ ജയവിജയമാരുടെ സംഗീത കച്ചേരിയുണ്ട്. സംഗീത കച്ചേരി ആരംഭിക്കാനായിട്ട് കട്ടം ഉയരുമ്പോൾ അവർ കാണുന്ന രംഗം എന്താണെന്ന് ചോദിച്ചാൽ, മുൻനിരയിൽ ഒരു കസേരയിൽ തങ്ങളുടെ ഗുരുവായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഇരിക്കുകയാണ് ശിഷ്യന്മാരുടെ സംഗീത കച്ചേരി കേൾക്കാൻ. ആലോചിച്ചു, അതിൽ കൂടുതൽ എന്ത് വേണമല്ലേ ഭാഗ്യം. ഏറെ നേരം കച്ചേരി കേട്ടിരുന്ന ചെമ്പൈ മടങ്ങാം എന്ന് പറഞ്ഞ് അദ്ദേഹം എണീറ്റു. അപ്പോൾ ശിഷ്യന്മാർ മൈക്കിലൂടെ ഒരു അഭ്യർത്ഥന നടത്തി, ദയവായി ഞങ്ങളുടെ അടുത്ത ഒരു ഗാനം കൂടി കേട്ടിട്ട് വേണം അങ്ങ് പോകാൻ എന്ന് പറഞ്ഞു. ചെമ്പൈ സ്വാമി വീണ്ടും
കസേരയിലിരുന്നു. പരിസരം മറന്ന് ജയവിജയന്മാർ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി എന്ന് ട്യൂൺ ചെയ്തു വച്ചിരിക്കുന്ന പാട്ട്, റെക്കോർഡ് ചെയ്യാത്ത പാട്ട് ഗുരുനാഥൻ്റെ മുന്നിൽ പാടി. ശ്രോതാക്കളുടെ നിലയ്ക്കാത്ത കയ്യടി. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഗുരുവിനെ പ്രകീർത്തിക്കുന്ന ഗാനം ഗുരുവിൻ്റെ മുന്നിൽ പാടി അനുഗ്രഹം വാങ്ങിയവരാണ് ജയവിജയന്മാർ. ജയവിജയന്മാരുമായി അടുത്ത ആത്മബന്ധം പുലർത്തിയ സംഗീത സംവിധായകനായിരുന്നു അടുത്ത കാലത്ത് മരിച്ച കെ ജെ ജോയ്. സഹോദര തുല്യമായ ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു കെ ജെ ജോയ്. എന്തുകൊണ്ടോ മദ്രാസിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ജയവിജയന്മാരോടുണ്ടായിരുന്ന ഒരു സാഹോദര്യ ബന്ധം മറ്റുള്ളവരുടെ ആരോടും അദ്ദേഹത്തിനില്ലായിരുന്നു. ജയവിജയന്മാരുടെ അച്ഛൻ മരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും വർക്കുമായിട്ട് മദ്രാസിലായിരുന്നു. വിവരമറിഞ്ഞ് ഇരുവരും മടങ്ങി വരുമ്പോൾ കൂടെ കെ ജെ ജെയിനും കൂടി എൻ്റെ സഹോദരന്മാരല്ലേ, അവരുടെ അച്ഛൻ മരിച്ച ആ ചടങ്ങിലേക്ക് മദ്രാസിൽ നിന്ന് ജയവിജയന്മാരുടെ കൂടെ കെ ജെ ജോയും കൂടി വന്നു. അത്രയും മാനസികമായി അടുപ്പമുള്ള ആളായിരുന്നു കെ ജെ ജോയ്. ഇരട്ടകളിൽ ഒരുവനായ വിജയൻ നനച്ചിരിക്കാതെ മരിച്ചതോടെ ജയൻ മാനസികമായി തകർന്നു എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം ജനിച്ചത് മുതൽ ഒരുപാട് വർഷക്കാലം ഇരട്ടകൾ ഇങ്ങനെ ഒന്നിച്ച് ജീവിച്ചവരല്ലേ. ഒരേ ഡ്രസ്സ്, ഒരേ മാല, ഒരേ വാച്ച്, ഒരേ പൊട്ട്, വീടും ഒരേപോലെ എന്നാണ് പറയുന്നത്. രാവിലെ ജയൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 2ാം നിലയിൽ കയറുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വിജയൻ വന്ന് രണ്ടുപേരും ആദ്യം ഫേസ് ടു ഫേസ് കാണുമായിരുന്നു എന്നാണ് പറയുന്നത്. ഒരുമിച്ച് ജനിക്കുകയും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്ത ഇരുവരിൽ ഒരാൾ പോയപ്പോൾ തൻ്റെ സംഗീത സപര്യ അവസാനിക്കുകയാണ് എന്നാണ് ജയൻ ഉറപ്പിച്ചത്. ഇവിടെ തീർന്നു, എൻ്റെ സംഗീതം തീർന്നു എന്ന് ഉറപ്പിച്ചു. ഊണില്ല, ഉറക്കമില്ല, മിണ്ടാട്ടമില്ല. ഇങ്ങനെ വീട്ടിൽ ചടഞ്ഞുകൂടരുത്, തിരുവനന്തപുരത്തേക്ക് വരാൻ ഗാനഗന്ധർവൻ യേശുദാസ് നിർബന്ധിച്ചു. ആരോ യേശുദാസിനോട് പറഞ്ഞു. വിജയം പോയതോടുകൂടി എല്ലാം ഉപേക്ഷിച്ച് ജയൻ വീട്ടിലായെന്ന് അതറിഞ്ഞ ഗാനഗന്ധർവൻ വിളിച്ചു. ഇങ്ങനെ വീട്ടിൽ കയറി ചടഞ്ഞുകൂടിയിരിക്കരുത്, നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരൂ എന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് കവി എസ് രമേശൻ നായരുണ്ട്. അദ്ദേഹം ശ്രീകൃഷ്ണനെക്കുറിച്ച് എഴുതുന്നതിൽ അഗ്രഗണ്യനാണ്. ആ പാട്ടുകൾക്ക് ജയൻ സംഗീതം നൽകണം എന്ന് യേശുദാസ് പറഞ്ഞു. തരങ്കിണി ആ കാസറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് സമ്മതിച്ചു. യേശുദാസിൻ്റെ വാക്കുകൾ ജയൻ്റെ മനസ്സിൽ ആത്മവിശ്വാസം ഉണർത്തി. മനോജ് ജയനെയും കൂട്ടി അദ്ദേഹം തലസ്ഥാനത്തെത്തി. ആരോഗ്യാവസ്ഥ മോശമാണ്, മാനസികാവസ്ഥ അതിലും മോശം. നേരെ രമേശൻ നായരുടെ വീട്ടിൽ അവിടെ തങ്ങി ജയൻ. സംഗീതത്തെപ്പറ്റി അവഗാഹമുള്ള രമേശൻ നായരുമായി ഒരുപാട് സംസാരിച്ചിരുന്നു. ഗുരുവായൂരപ്പൻ്റെ ലീലാവിലാസങ്ങൾ പറഞ്ഞിരുന്നു. പതിയെ പതിയെ ജയൻ പഴയ ആർജവം വീണ്ടെടുത്തു. അദ്ദേഹം ചില ട്യൂണുകൾ മൂളി. അത് പകർത്തിയെടുത്ത് രമേശൻ നായർ പാട്ടുകൾ അല്ലെങ്കിൽ പദങ്ങൾ നിരത്തി. തിരിച്ച് രമേശൻ നായർ ചില കവിതകൾ എഴുതി. അതിന് സ്പോട്ടിൽ തന്നെ ജയൻ സംഗീതം നൽകി. അങ്ങനെയാണ് തരങ്കിണിയുടെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ മയിൽപീലി എന്ന ശ്രീകൃഷ്ണ ഭക്തി കാസറ്റിന് ജന്മം നൽകാനായത്. തരങ്കിണിയുടെ എന്നല്ല, ശ്രീകൃഷ്ണ ഭക്തി ഗാനങ്ങളിൽ റെക്കോർഡിട്ട കാസറ്റായിരുന്നു മയിൽപീലി. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു പാട്ടുണ്ട്. ബാലചന്ദ്രമേനോൻ, നാനയുടെ മദ്രാസ് ലേഖകനായിരുന്ന ബാലചന്ദ്രമേനോൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത പടമാണ് നമ്മുടെ എന്താ പറയുക ഉത്രാടരാത്രി. ആ ഉത്രാടരാത്രിയിൽ ബിച്ചു തിരുമല തന്നെയാണ് എല്ലാം. ഈ ജയവിജയന്മാരെ ഏറെക്കുറെ എല്ലാ പാട്ടും എഴുതിയത് ബിച്ചു തിരുമലയാണ്. ബിച്ചു തിരുമല എഴുതി ജയവിജയന്മാർ സംഗീതം നൽകി യേശുദാസ് പാടിയ ഭ്രമണപഥം വഴി ദ്രുതചലനങ്ങളായി സൂര്യനെ ചുറ്റുമ്പോൾ ഭൂഹൃദയത്തിൽ സ്പന്ദനതാളം പ്രാർത്ഥന ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള പാട്ടാണ്. പക്ഷേ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അർഹിക്കുന്ന അംഗീകാരം ആ പാട്ടിനും കിട്ടിയില്ല. ബാലചന്ദ്രൻ മേനോൻ പോലും എന്താ പറയുക പാടിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. അദ്ദേഹം ഒരുപാട് പാട്ടുകൾ പാടുന്ന ആളാണല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമുകളിൽ പോലും ഈ പാട്ട് പാടിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. അതുപോലെ തന്നെ അതിൽ മഞ്ഞു പെയ്യുന്നു മാമരം കോച്ചുന്നു എന്ന് പറഞ്ഞ മനോഹരമായ ഒരു പാട്ടുണ്ട്. ആ പാട്ടും ശ്രദ്ധിക്കപ്പെട്ടില്ല. നല്ല പാട്ടാണ് ഈ രണ്ട് ഉത്രാടരാത്രിയിലെ 2 പാട്ടുകളും. അതുപോലെ ആ മാറ്റലി എന്ന് പറഞ്ഞ 1978 വന്ന ഭീം സിംഗ് തന്നെ സംവിധാനം ചെയ്തൊരു പടമുണ്ട്. അതിലും ബിച്ചു തിരുമല എഴുതി ജയവിജയന്മാർ സംഗീതം നൽകി യേശുദാസ് പാടിയ
ഒരു പാട്ടുണ്ട്, മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറഞ്ഞാൽ, മാറ്റുവിൻ ചട്ടങ്ങളെ എന്നുള്ള ഒരു 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 എന്താ പറയുക, രാഷ്ട്രീയ പാട്ടെന്ന് വേണമെങ്കിൽ പറയാം, ഒരു പുരോഗമന ആശയമുള്ളൊരു പാട്ടെന്ന് പറയാം. കാരണം പല നെയ്യാറ്റിൽ നിന്നും മുഴങ്ങുമോ പല്ലവി കേട്ടുപോകും ന്യായാസനങ്ങളെ എന്ന് ചോദിക്കുന്ന മനോഹരമായ പാട്ടാണ് മാറ്റുവിൻ ചട്ടങ്ങളിലെ എന്നുള്ള ഈ പാട്ട്. മാറ്റുലി എന്ന് പറഞ്ഞ സിനിമയിലായിരുന്നു. സോമനും ശാരദയും ജയഭാരതിയും സുകുമാരി ചേച്ചിയൊക്കെ അഭിനയിച്ച പടമായിരുന്നു മാറ്റുലി. ശിവശങ്കരൻ നായർ എന്ന ബിച്ചു തിരുമല ആദ്യമായി ഒരു സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചു. ആ സിനിമയ്ക്ക് ഭജഗോവിന്ദം എന്ന് പേരിട്ടു. സംഗീതം ജയവിജയന്മാരായിരുന്നു. ബ്രാഹ്മമുഹൂർത്തത്തിൽ പ്രാണസഖി ഓർക്കുന്നില്ലേ എന്ന പാട്ട് യേശുദാസ് പാടി റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞ് ഏതാണ്ട് ഒരു 5000 അടിയോളം ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം ആ സിനിമ അകാലത്തിൽ ചത്തുപോയി, പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതോടുകൂടി അദ്ദേഹം സംവിധാനം എന്നുള്ള മോഹവും ബിച്ചു തിരുമല ഉപേക്ഷിച്ചു. ഭജഗോവിന്ദം എന്നായിരുന്നു പടത്തിൻ്റെ പേര്. മനോജ് കെ ജയൻ ആദ്യം കല്യാണം കഴിച്ചത് ഉർവശിയായിരുന്നല്ലോ. ഉർവശിയുമായിട്ട് വല്ലാത്ത ആത്മബന്ധമുണ്ടായിരുന്നു ജയന്. മനോജ് കെ ജയനും ഉർവശിയുമായി പിരിഞ്ഞത് മനോജിനേക്കാൾ വേദനിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ജയനായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പോയ ശേഷമേ പോകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ച ഭാര്യയുടെ അകാലത്തിലെ മരണം അതും അദ്ദേഹത്തെ തളർത്തിക്കളഞ്ഞു. അതുപോലെ തന്നെ മനോജ് കെ ജയനും ഉർവശിക്കും കൂടി ജന്മം നൽകിയ കുഞ്ഞാറ്റ എന്ന് പറഞ്ഞ കുട്ടിയെക്കുറിച്ച് ഓർത്തും എന്നും അദ്ദേഹത്തിന് ഒരു തീരാ ദുഃഖം പോലെയായിരുന്നു. മനോജ് ഉർവശി പിരിയാൻ പാടില്ലായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പക്ഷേ മനോജിന്, എനിക്കറിയാവുന്ന അറിവ് വെച്ചാണെങ്കിൽ മനോജിന് ഉർവശിയുടെ വീട്ടുകാരുമായിട്ട് നല്ല ബന്ധമാണ് ഇപ്പോഴും. ഉർവശിയായിട്ട് മാത്രമേ ഉള്ളൊരു അകൽച്ച. അത് പാച്ച് ചെയ്യാൻ പറ്റാതെ പോയതുകൊണ്ടായിരിക്കും. രണ്ട് കൂട്ടർക്കും രണ്ടുപേരും കലാകാരന്മാരാണ്, കലാകാരിയാണ്. എന്തോ കുടുംബ പ്രശ്നമോ അവരുടെ പേഴ്സണൽ ലൈഫിലുള്ള എന്തോ ഒരു തകർച്ചയിൽ പറ്റിയതാണ്. പക്ഷെ അതൊരിക്കലും അങ്ങനെ സ്പോയിലാവാൻ പാടില്ലായിരുന്നു. മരണം വരെയും ജയവിജയന്മാരിൽ ജയനെ വേദനിപ്പിച്ച സംഭവമായിരുന്നു അത്. എന്തായാലും 90-ാം വയസ്സിൽ ഒരുപാട് കാലമായി കാലിന് ശക്തി കുറവോ എന്തൊക്കെയുണ്ട് അദ്ദേഹത്തിന്. വാക്ക് സ്റ്റിക്ക്, വീൽ ചെയർ. ഇപ്പോൾ രാഷ്ട്രപതിയിൽ നിന്ന് പത്മ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന പോലും വീൽ ചെയറിലിരുന്നിട്ടാണ്. എന്തായാലും അദ്ദേഹം പോയി. ഭക്തിഗാന രംഗത്തെങ്കിലും ഒരു തീരാ നഷ്ടമാണ് ജയവിജയന്മാർ എന്ന് പറയാം, അല്ലെങ്കിൽ ജയൻ എന്ന് പറയാം. ഞാൻ അടുത്ത് പറയുന്ന ഹതഭാഗ്യൻ, ഒരു ഹതഭാഗ്യൻ എന്ന് തന്നെ ഞാൻ പറയും. ഉണ്ണിയാറന്മുള എനിക്കൊന്ന് നേരിപ്പോയി കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു വൃദ്ധസദനത്തിൽ, അനാഥ മന്ദിരത്തിലുണ്ട് എന്നറിഞ്ഞിട്ട് അവിടെ പോകാൻ എനിക്ക് ഒരാൾ എന്നെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ രണ്ടുപേരുടെയും സമയം ഒത്തുവരാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് അദ്ദേഹത്തെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു സ്വർണ്ണക്കറണ്ടി കൊണ്ട് ജനിച്ച മനുഷ്യനെന്ന് പറയാം ഉണ്ണിയാറന്മുള. അദ്ദേഹം 2 സിനിമ അദ്ദേഹത്തിൻ്റെ പുറത്തു വന്നു, തിയേറ്ററിൽ വന്നു. എതിർപ്പുകൾ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയും രതീഷും അഭിനയിച്ച പടം പുറത്തു വന്നു. പിന്നെ മുകേഷ് നായകനായി അഭിനയിച്ച സ്വർഗം എന്ന് പറഞ്ഞ സിനിമയും പുറത്തു വന്നു. വണ്ടിച്ചക്രം, കമ്പ്യൂട്ടർ കല്യാണം എന്ന് പറഞ്ഞ 2 സിനിമകൾ, 2 or 3 സിനിമകൾ പാതി വഴി കിടപ്പുണ്ട്. 1980-കളിൽ മമ്മൂട്ടി സിനിമയിലേക്ക് വരുന്ന സമയത്ത് പട്ടാളത്തിലെ അക്കൗണ്ട് സെക്ഷനിലെ ഒരു വലിയ ശമ്പളമുള്ള ഒരു വലിയ ഉദ്യോഗസ്ഥനായിരുന്നു ഉണ്ണിയാറന്മുള. ഉണ്ണികൃഷ്ണപിള്ള എന്നാണ് പേര്. അദ്ദേഹം എങ്ങനെയോ ഒരു സിനിമയിലേക്ക് വഴുതി വീണു മനസ്സ്. അത് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിരുന്ന ചില സുഹൃത്തുക്കളുമായുള്ള ചങ്ങാത്തമാകണം അദ്ദേഹത്തെ സിനിമ ആകർഷകനാകാനുള്ള കാരണമെന്ന് തോന്നുന്നു. എന്തായാലും അദ്ദേഹം പട്ടാളത്തിലെ ഉയർന്ന ശമ്പളവും ഉയർന്ന പോസ്റ്റിലുമുള്ള അക്കൗണ്ട് സെക്ഷനിലെ ജോലി ലീവ് പോലും എടുക്കാതെ, ലീവ് എടുത്തിട്ട് വരണ്ടേ, ഒരു 2 വർഷം 3 വർഷം ലീവെങ്കിലും എടുത്ത് വരണ്ടേ, ഇത് ലീവൊന്നും എടുക്കാതെ അവിടെ പറയാതെ പോകുന്ന അങ്ങനെ ജോലിയും അകാലത്തിൽ പൊലിഞ്ഞു. അദ്ദേഹം വന്ന് രതീഷിനെ നായകനാക്കിക്കൊണ്ട് എതിർപ്പുകൾ എന്ന് പറഞ്ഞൊരു സിനിമ തുടങ്ങി. അതിൽ 2ാം നായകൻ്റെ വേഷം തുടക്കക്കാരനായ മമ്മൂട്ടിക്ക് കൊടുത്തു. ഞാൻ എതിർപ്പുകൾ കണ്ടിട്ടുണ്ട്. ഒരു നിലവാരമുള്ളൊരു സിനിമയൊന്നുമല്ല. കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും ഗാനങ്ങളും ഒക്കെ അദ്ദേഹമാണ്. പക്ഷേ 2 മനോഹരമായ പാട്ടുണ്ട് അദ്ദേഹം എഴുതിയ. പക്ഷേ നല്ല സിനിമയൊന്നുമല്ല, ഒരു ക്ലീഷേ സിനിമ എന്ന് പറയാം. രതീഷായിരുന്നു നായകൻ. പല പല പ്രശ്നങ്ങൾ കൊണ്ട് എതിർപ്പുകൾ ഷൂട്ടിംഗ് തീരാതെ നീണ്ടു പോയി. ഇതിനിടയിൽ 2ാം നായകനായ മമ്മൂട്ടി താരമായി വളർന്നു. അത് വേണമെങ്കിൽ രതീഷിൻ്റെയൊക്കെ ഔദാര്യം കൊണ്ട് വളർന്നു എന്ന് പറയാം. കാരണം രതീഷിൻ്റെയൊക്കെ അലസത കൊണ്ടാണ് മമ്മൂട്ടി പെട്ടെന്ന് രതീഷിനേക്കാൾ എത്രയോ ഉയരങ്ങളിലേക്ക് വളർന്നു പോയത്. കഥയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് നായകനായ രതീഷിനെ ചെറിയ റോളാക്കിയിട്ട് മമ്മൂട്ടിയെ നായകനാക്കി ചിത്രീകരിച്ചു.
ആ സമയത്താണ് ഭാഗ്യരാജിൻ്റെ മുന്താണി മുടിച്ചതെന്ന് പറഞ്ഞ സിനിമ ദക്ഷിണേന്ത്യ മുഴുവൻ കീഴടക്കുന്ന രീതിയിൽ വലിയ വിജയമാവുന്നത്. 13 വയസ്സുള്ള ഉർവശിയാണ് സിനിമയിലെ നായിക. കൊല്ലുന്നതിനുള്ളൊരു പെണ്ണ്. ആ ഭാഗ്യരാജിൻ്റെ പടത്തിൽ എന്താ പെർഫോമൻസാണ് ഉർവശി കാട്ടിയിരിക്കുന്നത്. അങ്ങനെ ഉർവശിയെ ആദ്യമായിട്ട് മലയാളത്തിൽ ക്യാമറയുടെ മുന്നിൽ നിർത്തിയ ആളാണ് ഉണ്ണി ആറന്മുള. പടത്തിൻ്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് മുന്താണി മുടിച്ച് ഫെയിം ഉർവശി എന്നാണ് എഴുതി കാണിക്കുന്നത്, ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സ്വർഗം എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോൾ മുകേഷ്, ഒടുവിൽ ഉർവശി, തിലകൻ മുതലായവരായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഹ്യൂമർ സിനിമയായിരുന്നു അത്. ബാക്കി ആദ്യം എതിർപ്പുകൾ എടുക്കാനായിട്ട് സ്വന്തം പേരിലുണ്ടായിരുന്ന 1 ഏക്കർ എന്തോ 100 സെൻറ്റ് സ്ഥലം കിട്ടിയ വിലയ്ക്ക് വിറ്റിട്ടാണ് എതിർപ്പുകൾ ഷൂട്ട് ചെയ്തത്. സർഗം എന്ന് പറഞ്ഞ പടം എടുക്കാൻ ബാക്കി കിടന്ന 1 ഏക്കർ കൊണ്ട് വിറ്റു. അങ്ങനെ സർവ്വതും വിറ്റ് തൊലച്ചാണ് അദ്ദേഹം 2 സിനിമ നിർമ്മിച്ചത്. അതുപോലെ തന്നെ ചൗധരി എന്ന് പറഞ്ഞ മാർവാടിയിൽ നിന്ന് വാങ്ങിച്ച പലിശ പൈസ കൂടി ശരിക്കും പറഞ്ഞാൽ ഉണ്ണി ആറന്മുളയെ ഒരു പാപ്പരാക്കി എന്ന് പറയാം. അദ്ദേഹം സിനിമയിൽ വന്ന കാലത്ത് ചിലർ പറയുന്നത് എരിവ് പോലും കഴിക്കുന്ന ആളായിരുന്നില്ല. ഇറച്ചിയെ വെള്ളത്തിൽ കഴുകിയിട്ട് ഇറച്ചിക്കറിയിലെ മുളകെല്ലാം കളഞ്ഞിട്ട് കഴിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അവസാന കാലമായപ്പോൾ ചിലർ പറയുന്നു ചാരായവും പച്ചമുളക് കടിച്ച് ചവച്ച് തിന്നിട്ട് ചാരായം കുടിക്കുന്നത് മനസ്സിൻ്റെ എരിവ് കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല, സത്യമാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. എന്നോട് പലരും സിനിമയിൽ ഒരാൾ വീണാൽ പല കഥകളും ഉണ്ടാവുമല്ലോ. അങ്ങനെ അദ്ദേഹം ചാരായവും പച്ചമുളക് ചവച്ചരച്ച് കഴിക്കുമായിരുന്നു എന്ന് പറയുന്നു. വിവാഹം കഴിച്ചില്ല, അതാണ് ആകെപ്പാടെ ചെയ്ത ഒരു നല്ല കാര്യം. കുടുംബക്കാർ മുഴുവൻ സ്വാഭാവികമായിട്ടും അകറ്റുമല്ലോ. കാരണം കുലദ്രോഹി എന്ന് പറഞ്ഞിട്ട് വീടിൽ കിട്ടിയ ഷെയർ കിട്ടിയതെല്ലാം വിറ്റ് തൊലച്ച് സിനിമയ്ക്ക് വേണ്ടി കളയുക എന്ന് പറയുമ്പോൾ വീട്ടുകാർ ഒരിക്കലും പിന്നെ അടുപ്പിക്കില്ല. പുതിയൊരു സിനിമയ്ക്കായി മമ്മൂട്ടിയെ കണ്ട് കഥ പറയാൻ ചെന്നു. മമ്മൂട്ടി കാര്യം എടുത്തടിച്ച പോലെ കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും മനുഷ്യപ്പറ്റുള്ളൊരു മനുഷ്യനല്ലേ. അദ്ദേഹത്തോട് ചെന്ന് പുതിയ കഥയൊക്കെ പറയാൻ ചെന്നപ്പോൾ ഉണ്ണി ആറന്മുള തൻ്റെ അവസ്ഥയും പറഞ്ഞു. കയറി കിടക്കാടമില്ല, വരുമാനമില്ല, ബന്ധുക്കൾക്ക് ആർക്കും എന്നെ വേണ്ട, മൊത്തം ജീവിതം ദുസ്സഹമായി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ മമ്മൂട്ടി പറഞ്ഞു അത് കാര്യമാക്കണ്ട, എറണാകുളത്ത് ഒരു ലോഡ്ജ് മുറി എടുത്തു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ, വിതരണ കമ്പനിയൊക്കെ ഉണ്ടല്ലോ, ഓഫീസിൽ ഒരു ജോലിയും കൊടുത്തു. അങ്ങനെ ഒരുവിധം മാസം 10,000-15,000 20,000 രൂപ അയച്ചു കൊടുക്കുമായിരുന്നു. ആ പൈസ കൊണ്ടൊക്കെ നന്നായിട്ട് ജീവിച്ചു പോകുമായിരുന്നു. പക്ഷേ സിനിമ എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. മോഹൻലാലിനെ കാണുന്ന സ്റ്റില്ലൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. മോഹൻലാലിനെ കാണുന്നു, മമ്മൂട്ടിയെ കണ്ടൊരു കഥ വായിച്ചു കൊടുക്കുന്ന പടമൊക്കെ നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊറോണ വന്ന് എല്ലാം തകർത്തെറിഞ്ഞു. കൊറോണ ബാധിതനായി അമൃത ഹോസ്പിറ്റലിലെ വെന്റിലേറ്ററിലായി ഉണ്ണി ആറന്മുള. അവിടെ നിന്ന് ഭേദമായപ്പോൾ എന്താ പറയുക, സംരക്ഷിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയായി. ഇതിനിടയിൽ മമ്മൂട്ടിയോട് ഒരു നുണയൻ നല്ലൊരു പാര വെച്ച് കൊടുത്തു. എനിക്കറിയാം ആളിനെ, എന്നോട് ഒരാൾ പറഞ്ഞു നുണയനായിരുന്നു. അപ്പോൾ കാക്കയും കൂടെ ചേരുമെന്ന് പറയുമ്പോൾ അല്ലേ, ഒരു കാക്ക നുണ പറഞ്ഞു കൊടുത്തു മമ്മൂട്ടിയോട്. ഇയാൾ ഇപ്പം ചാരായം കുടിക്കും, പച്ചവെള്ളം ചവച്ചരച്ച് തിന്നും, പിന്നെ ധൂർത്തനാണ്, മറ്റാണ് മറിച്ചാണ്, എന്തൊക്കെ പറഞ്ഞു കൊടുത്തു. മമ്മൂട്ടി പെട്ടെന്ന് ഉണ്ണി ആറന്മുളയായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു. പിന്നെ വിളിച്ചാൽ ഫോണും എടുക്കില്ല, കാണാനും സമ്മതിക്കില്ലായിരുന്നു. ദ്രോഹികൾ ചെയ്യുന്ന കാര്യങ്ങൾ ആലോചിച്ച് നോക്കും. അങ്ങനെ ഒരു സംരക്ഷണത്തിന് ഒരു വഴിയും ഇല്ലാതായപ്പോൾ അമൃതയിൽ നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹം നേരെ ജന്മനാട്ടിലേക്ക് വന്നു. വലിയൊരു തറവാടും ഏക്കർ കണക്കിന് ഭൂമുടമയായിരുന്ന ഒരു കുടുംബത്തിലെ ആൺതരിയാണ് ഉണ്ണി ആറന്മുള. എല്ലാം നശിച്ച് തിരിച്ചു വന്നപ്പോൾ ബന്ധുക്കൾ ആരും സ്വീകരിച്ചില്ല എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം അവരാരും പറഞ്ഞത് കേൾക്കാതെയല്ലേ സിനിമയ്ക്ക് വേണ്ടി എല്ലാം വിറ്റു തൊലച്ചത്. അങ്ങനെ ആറന്മുളയുടെ മുൻ MLA ആയിരുന്ന മാലയത്ത് സരളാദേവി മുൻകൈയെടുത്ത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടോ ആരോടൊക്കെ സംസാരിച്ച് കിടങ്ങന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ കരുണാലയം എന്ന് പറഞ്ഞ ഒരു കോൺവെൻറ്റിലെ അനാഥാശ്രമത്തിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ ആക്കി. അല്ലെങ്കിൽ അതിന് മുമ്പേ ചത്തുപോയെന്നെ. അങ്ങനെ കരുണാലയത്തിൽ കുറേ കാലം ജീവിച്ചു. ആ സമയത്താണ് എന്നെക്കൊണ്ട് കാണിക്കാമെന്ന് ഒരാൾ പറഞ്ഞത്. പോകണമെന്നുണ്ടായിരുന്നു. ആറന്മുള വരെ പോകാൻ പ്രശ്നമൊന്നുമില്ലല്ലോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ അസൗകര്യങ്ങൾ കൊണ്ട്, അദ്ദേഹം വിളിക്കുമ്പോൾ എനിക്ക് പോകാൻ പറ്റാത്ത ചില അസൗകര്യങ്ങളുണ്ട്. ഇത് നീണ്ടു പോയി. അതിനിടയിൽ അദ്ദേഹം കരുണാലയം വിട്ടു പോവുകയും ചെയ്തു. ആരോഗ്യം വീണ്ടെടുത്തപ്പോൾ അദ്ദേഹം ചെങ്ങന്നൂരിലൊരു ലോഡ്ജ് മുറിയിലേക്ക് താമസം മാറ്റി. അവിടെ വെച്ച് ശാരീരിക അസ്വസ്ഥതകൾ വന്നു, ആശുപത്രിയിലായി, മരിച്ചു. ജീവിതത്തിലൊന്നും ആയില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ.
നല്ലൊരു സർക്കാർ ഉദ്യോഗം ഉണ്ടായിരിക്കെ ഔദ്യോഗികമായി ലീവ് എടുക്കാതെ സിനിമ പിടിക്കാൻ ഇറങ്ങിയ ഹതഭാഗ്യനായിരുന്നു ഉണ്ണി ആറന്മുള. തൻ്റെ 1 ഏക്കർ സ്ഥലം വിറ്റ് കിട്ടിയ കാശിൽ തൻ്റെ രചനയിൽ സംവിധാനം ചെയ്തയാൾ. സർഗത്തിന് നിർമ്മാതാവ് ഉണ്ടായിരുന്നു, പക്ഷേ പാതുവഴിക്ക് അയാൾ മുങ്ങി. അതുകൊണ്ട് തന്നെ അതും സ്വയം ഏറ്റെടുത്തു. ബാക്കിയുണ്ടായിരുന്ന വസ്തുക്കളും എല്ലാം വിറ്റുപറയ്ക്കാണ് സ്വർഗം തീർത്തത്. ബന്ധുക്കളെല്ലാം ശത്രുക്കളായി മാറി എന്ന് പറയണ്ടല്ലോ. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠിതാക്കൾ സുഹൃത്തുക്കളായതാണ് എയർഫോഴ്സ് ഉദ്യോഗം കളഞ്ഞ് സിനിമാക്കാരനാകാൻ ഉണ്ണി ആറന്മുളയെ ഇറങ്ങി തിരിപ്പിച്ചത്. രാത്രി ഈ സ്വർഗം നടക്കുമ്പോഴാണ്, എതിർപ്പുകൾ നടക്കുമ്പോഴാണ് രാത്രി ഷൊർണൂരിലെ തിയേറ്ററിൽ ചെന്ന് കളക്ഷൻ ആയി കഴിയുമ്പോൾ, സെക്കൻഡ് ഷോ കഴിയുമ്പോൾ ഒരു കളക്ഷൻ തുക വരുമല്ലോ, അതിൽ നിന്ന് എന്തോ ഈ സിനിമ വിതരണമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തോ ഒരു വാക്ക് എഗ്രിമെൻ്റൊക്കെ കൊടുത്തിട്ടാണ് അവിടുന്ന് 250 രൂപ കടം വാങ്ങും. വാങ്ങിയിട്ട് ഷൊർണൂർ മുതൽ ചെറുതുരുത്തി വരെ നടക്കും. നടന്നു വന്ന് അവിടെ മമ്മൂട്ടി കാത്തിരിക്കും. എറണാകുളത്തേക്ക് പോകണം, കൈക്ക് 10 പൈസ ഇല്ല. അപ്പോൾ അവിടെ വന്ന് ഈ 250 നിന്ന് 100 രൂപ മമ്മൂട്ടിക്ക് കൊടുത്ത് എറണാകുളത്തേക്ക് കയറ്റി വിടും. അങ്ങനെയൊക്കെയാണ് ഞാൻ സിനിമ പിടിച്ചത് എന്ന് ഉണ്ണി ആറന്മുള തന്നെ പലരോടും പറയുമായിരുന്നു. ആർക്കിയോളജി താമസിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറച്ചി കഴിക്കുകയാണെങ്കിൽ ആ ഇറച്ചി കഷ്ണത്തെ ആദ്യം കഴുകിയിട്ട് കഴിച്ചിരുന്ന മനുഷ്യനായിരുന്നു. വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ മമ്മൂട്ടി താമസിക്കുകയാണ് യവനിക എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കാൻ. അപ്പോൾ രതീഷിനെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റി മമ്മൂട്ടിയുടെ കഥാപാത്രത്തിനെ വലുതാക്കിയെടുത്ത് കുറേ സീനുകൾ ഷൂട്ട് ചെയ്യാനുണ്ട്. പക്ഷേ മമ്മൂട്ടിക്കാണെങ്കിൽ ഒരു ദിവസം ഉണ്ണിക്ക് കൊടുക്കാനുള്ള ഡേറ്റില്ല, അത്രയും തിരക്കിലാണ്. അങ്ങനെ മമ്മൂട്ടി വുഡ്ലാൻഡ്സിൽ, മദ്രാസിലെ വുഡ്ലാൻഡ്സിൽ താമസിക്കുകയാണ് യവനികയിൽ അഭിനയിക്കാൻ. അപ്പോൾ മമ്മൂട്ടിയോട് ഈ പടത്ത് എതിർപ്പുകൾ തീർക്കാനായിട്ട് സംസാരിച്ചപ്പോൾ മമ്മൂട്ടി പറഞ്ഞു, ഉണ്ണി ഒരു കാര്യം ചെയ്യും, രാവിലെ 6 മണിക്ക് നമുക്ക് എണീറ്റ് പോവാം റൂമിൽ നിന്ന്. 7 മണി മുതൽ 9 മണി വരെ ഞാൻ ഉണ്ണിയുടെ സെറ്റിൽ വർക്ക് ചെയ്യാം. അങ്ങനെ വർക്ക് ചെയ്തിട്ട് ഞാൻ 9 മണിയാകുമ്പോൾ യവനികയുടെ സെറ്റിലേക്ക് പോകാം. അങ്ങനെ നമുക്ക് 2-3 ദിവസം കൊണ്ട് ആ ഷൂട്ടിങ് തീർക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച് രാവിലെ 7 മണിക്ക് മമ്മൂട്ടിയെ വിളിക്കാൻ ചെല്ലുമ്പോൾ കോസ്റ്റ്യൂമും ഒക്കെ ആയിട്ട് ചെന്നാൽ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വന്ന് അവിടുന്ന് ഇറങ്ങി അങ്ങ് ലൊക്കേഷൻ ചെല്ലുമ്പോൾ താമസിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ണി ആറന്മുള എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സീനിൻ്റെ കണ്ടിന്യൂറ്റിയിലുള്ള ഡ്രസ്സ് കോസ്റ്റ്യൂമറിൽ നിന്ന് വാങ്ങിയിട്ട് തലേ ദിവസം തന്നെ ഈ ഡ്രസ്സുമായിട്ട് മമ്മൂട്ടിയുടെ റൂമിൽ ചെന്ന് കൂടെ കിടക്കും. രാവിലെ 6 മണിക്ക് കഴിച്ച് റെഡിയായി ഈ ഡ്രസ്സൊക്കെ ഇട്ട് കാർ കയറ്റിക്കൊണ്ട് പോയാൽ മതിയല്ലോ. 7 മുതൽ 9 വരെ 2 മണിക്കൂർ ഷൂട്ട് ചെയ്യാം. അങ്ങനെ 2 മണിക്കൂർ വെച്ചൊരു 5-6 ദിവസം കൊണ്ട് ആ പടം തീർക്കാമെന്നാണ് മമ്മൂട്ടി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെന്ന് ഈ ഡ്രസ്സൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് ഉണ്ണി ആറന്മുള മമ്മൂട്ടിയുടെ കൂടെ കിടന്നുറങ്ങും. രാവിലെ 6 മണിക്ക് എണീറ്റ് 7 മണിക്ക് പോകാനുള്ളതാണ്. ഒരു 10 മണിയാകുമ്പോൾ ഉണ്ണി ആറന്മുള എണീക്കും. പാപം മാനസിക സംഘർഷവും ടെൻഷനും ഒക്കെ കൊണ്ടായിരിക്കും പുള്ളി അങ്ങ് ഉറങ്ങിപ്പോവും. AC റൂമല്ലേ, പുള്ളി കിടന്നങ്ങ് ഉറങ്ങും. ഉണ്ണി ആറന്മുള എണീക്കുമ്പോൾ മമ്മൂട്ടി യവനികയുടെ ഷൂട്ടിങ്ങിന് പോയിട്ട് മണിക്കൂറുകളായി. മമ്മൂട്ടി പോയി ഇയാളെ വിളിച്ചുകൊടുത്താതെ. എന്നാലും മമ്മൂട്ടി സഹകരിച്ചു എന്നുള്ളതാണ് എതിർപ്പുകൾ തീർക്കാൻ. പിന്നെ ഉർവശിയുടെ ആദ്യത്തെ മലയാള ചിത്രമായിരുന്നു. ഞാൻ ഈ എതിർപ്പുകളെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്നറിയാൻ വേണ്ടി കലാരഞ്ജിനി ചേച്ചിയെ വിളിച്ചു. അപ്പോൾ കലച്ചേച്ചി പാലക്കാട് ഒരു ഷൂട്ടിങ്ങിലാണ്. എന്നോട് പറഞ്ഞു, ദിനേശേ, എനിക്ക് പറഞ്ഞു തരാൻ കഴിയുന്നതിനേക്കാൾ ഉണ്ണി ആറന്മുളയെക്കുറിച്ച് 100 കഥകൾ അമ്മ പറഞ്ഞു തരും. ദിനേശ് അമ്മയെ വിളിക്കുക, ഞാൻ മോളുടെ നമ്പർ അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ മറന്നുപോയെന്നാണ്. ഞാനും തിരക്കിലായിപ്പോയി, ചേച്ചിയെ വിളിച്ചില്ല, ആ നമ്പർ അയച്ചില്ലല്ലോ എന്ന് പറഞ്ഞില്ല, ചേച്ചി അയച്ചു തന്നില്ല, ഞാൻ വിജയലക്ഷ്മി അമ്മയെ വിളിച്ചതുമില്ല. അല്ലെങ്കിൽ കുറേ കൂടി കഥ കിട്ടുമായിരുന്നു. ഈ എതിരാളികളിലെ പാട്ടുകൾ TS രാധാകൃഷ്ണനായിരുന്നു സംഗീതം. നമ്മൾ നേരത്തെ ജയവിജയമാരെ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുക, ശ്രീകൃഷ്ണ ഭക്തിഗാനങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ള ആളാണല്ലോ TS രാധാകൃഷ്ണൻ. അദ്ദേഹമാണ് എതിർപ്പുകളിലെ പാട്ടുകൾക്ക് സംഗീതം നൽകിയത്. അതിൽ മനസ്സൊരു മായ പ്രപഞ്ചം, അതിൽ 1000 അവ്യക്ത ചിത്രങ്ങൾ വരയ്ക്കുന്നു മായ്ക്കുന്നു കാലം എന്ന് പറയുന്ന യേശുദാസ് പാടിയ പാട്ട് ഉണ്ണി ആറന്മുള എഴുതിയ മനോഹരമായ പാട്ടാണ്. അതിൽ ഉണ്ണി ആറന്മുള എന്ന് വയ്ക്കാതിരുന്നാൽ ഇപ്പോൾ മലയാള സിനിമയിലുള്ള ഏറ്റവും പ്രശസ്തരായ ഏത് ഗാനരചനൻ്റെ പാട്ടെന്ന് വേണമെങ്കിലും പറയാം. അത്രയും രസമായ പാട്ടാണ്. ഉണ്ണി ആറന്മുള താമസിച്ചിരുന്ന ലോഡ്ജിൽ മങ്കമ്പ് ഗോപാലകൃഷ്ണനൊക്കെ ആർക്കയിൽ മങ്കമ്പ് ഗോപാലകൃഷ്ണനും ആലപ്പി അഷറഫൊക്കെ താമസിച്ചിരുന്നു. ആലപ്പി അഷറഫ് ഏതോ ഒരു യൂട്യൂബ് ചാനലിലിരുന്ന് പറയുകയാണ്, വെളുപ്പിന് പുറത്തേക്ക് പോകാനായിട്ട് ആലപ്പി അഷറഫ് എണീറ്റ് വന്നപ്പോൾ ഉണ്ണി ആറന്മുളയുടെ റൂമിൽ ലൈറ്റ് കിടക്കുന്നു. അപ്പോൾ ലൈറ്റ് കിടന്നപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് കതവിൻ്റെ വിടവിലൂടെ നോക്കിയപ്പോൾ, അങ്ങനെ കതവിൻ്റെ വിടവിലൂടെയൊക്കെ നോക്കിയാലൊന്നും കാണാൻ പറ്റില്ല. ഇത് ചുമ്മാ ഒരു മനുഷ്യനെ, ഒരു തകർന്നു പോയൊരു മനുഷ്യനെ എങ്ങനെ കൂടുതൽ തകർക്കാം എന്നാലോചിച്ച് പറയുന്നതായിരിക്കാം. അഷറഫൊക്കെ പറയുമ്പോൾ അഷറഫൊക്കെ ഈ പുളു അടിച്ച് കയറ്റുന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണല്ലോ.
അപ്പോൾ അദ്ദേഹം കഥവിൻ്റെ ഇടയിൽ കൂടെ നോക്കുമ്പോൾ വയലാർ രാമവർമ്മയുടെയും ONV കുറുപ്പിൻ്റെയും P ഭാസ്കരൻ്റെയും മുഴുവൻ പാട്ടുകളുമുള്ള പുസ്തകങ്ങൾ വാങ്ങി മറിച്ച് നോക്കിയിട്ട് അതിലെ നല്ല വാക്കുകളൊക്കെ എടുത്താണെന്ന് ഈ മനസ്സൊരു മായാപ്രപഞ്ചം എന്നുള്ള പാട്ട് ഉണ്ണി ആറന്മുള എഴുതിയത് എന്ന് ഈ അടുത്ത കാലത്ത് ഒരു ചാനലിരുന്ന് അഷ്റഫ് പറയുന്നു. എങ്ങനെ അഷ്റഫിന് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ മനസ്സൊരു മായാപ്രപഞ്ചം ഇതെടുക്കാൻ അല്പം ഭാവന ഉണ്ടായിരുന്നാൽ മതി. അല്ല ഭാസ്കര മാഷിൻ്റെയോ ONVയുടെയോ വയലാറിൻ്റെയോ പാട്ടുകളിൽ നിന്ന് ഇതിൻ്റെ വാക്കുകൾ എടുക്കാൻ പറ്റുമോ? മനസ്സെന്ന് ഒരിടത്തുനിന്ന് എടുക്കണമെങ്കിൽ വേണ്ടല്ലോ. മനസ്സ് ആർക്കും മനസ്സിലാവുന്നതാണ്. മായാപ്രപഞ്ചം ഏതെങ്കിലും വയലാറിൻ്റെ പാട്ടിൽ നിന്നാണെന്ന് എനിക്കറിയില്ല. ഞാൻ കുറേ തപ്പി നോക്കി മായാപ്രപഞ്ചം എന്ന് എഴുതിയ വയലാറിൻ്റെ ഏതെങ്കിലും പാട്ടുണ്ടോ എന്ന്. അതിൽ 1000 അവ്യക്ത ചിത്രങ്ങൾ വരയ്ക്കുന്നു മായ്ക്കുന്നു കാലം എന്നെഴുതുന്നത് ഞാൻ പറയുന്നു ഉണ്ണി ആറന്മുളയുടെ ഭാവനയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതമൊക്കെ മനസ്സിൽ കണ്ടായിരിക്കും അദ്ദേഹം എഴുതിയത്. പക്ഷേ ഈ നമ്മുടെ അഷ്റഫ് പറയുന്നത് വയലാറിൻ്റെയും ONVയുടെയും P ഭാസ്കരൻ്റെയും ഒക്കെ പാട്ട് പുസ്തകങ്ങൾ വാങ്ങി വെച്ചിട്ട് സമ്പൂർണ്ണ കൃതികൾ വാങ്ങി വെച്ചിട്ട് അതിൽ നിന്നെല്ലാം നല്ല വാക്കുകൾ ചുരണ്ടിയെടുത്ത് പേസ്റ്റ് ചെയ്താണെന്ന് ഈ പാട്ടുണ്ടാക്കിയത്. ഇങ്ങനെയൊക്കെ പറയാമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. 7 നിറങ്ങളിൽ ഏത് നിറം, 7 സ്വരങ്ങളിൽ ഏതു സ്വരം, നിന്നയനങ്ങളിൽ നിന്നധരങ്ങളിൽ നീ മൂളും ഗാനത്തിൽ ഏത് രാഗം എന്ന് പറഞ്ഞ് സർഗത്തിലൊരു പാട്ടുണ്ട്. ശിവജിയാണ്, നമ്മുടെ പ്രിയപ്പെട്ട ശിവജി ചേട്ടനാണ് ആ വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ഉർവശിയായിട്ട്. അതും P ഗോപൻ എന്ന് പറഞ്ഞ ശക്തി എന്ന് പറഞ്ഞ എന്താ പറയുക ജയൻ്റെ സിനിമയിൽ പാടുകയും വനിതാ പോലീസ് ആലപ്പുഴ ഷറഫിൻ്റെ വനിതാ പോലീസ് അടക്കമുള്ള പടങ്ങളിൽ സംഗീതം കൊടുക്കുകയും ചെയ്ത P ഗോപനാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. ഉണ്ണി ആറന്മുളയാണ് എഴുതിയത്, യേശുദാസാണ് പാടിയത്. എനിക്ക് വേറൊരു വിഷമം തോന്നിയത്, ഉണ്ണി ആറന്മുള മരിച്ചപ്പോൾ എനിക്ക് ഏറ്റവും വലിയ വിഷമം തോന്നിയത് നമ്മുടെ സിനിമയിലൊരു കുഴപ്പമുണ്ട്. സിനിമയിൽ ഇപ്പം ഞാനെന്ന് വെച്ചോളൂ, ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു ചെറിയ സംവിധായകനോടൊപ്പം ആയിരിക്കും ആദ്യം. പിന്നെ ഞാൻ ആ അവസരം വച്ച് ഞാൻ ഇന്ന പടം വർക്ക് ചെയ്തു എന്ന് പറഞ്ഞ് വലിയ സംവിധായകരെ പരിചയപ്പെടുകയും അവരുടെ ആളായി മാറിക്കഴിഞ്ഞാലുള്ള പ്രശ്നം ഈ ആദ്യം അവസരം കൊടുത്ത ആളിൻ്റെ പേര് പറയില്ല. എനിക്ക് ഒരുപാട് പേരെ എനിക്കറിയാം. അതിപ്പോൾ ചില നടന്മാർ കണ്ടിട്ടില്ലേ, ആദ്യമായിട്ട് ഒരു സിനിമയിൽ മുഖം കാണിക്കാനൊരു അവസരം കൊടുത്ത ആളിൻ്റെ പേര് പറയില്ല. പിന്നെ ഏതെങ്കിലും ഒരു വലിയ വേഷം കൊടുത്താൽ പറയും, ആ സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ ഞാനുണ്ടാവുമോ, എനിക്ക് ആദ്യമായിട്ടൊരു അവസരം തന്നത് ആ സാറാണ് അല്ലെങ്കിൽ ആ ചേട്ടനാണെന്ന് പറയും. ആദ്യമായിട്ടും ഇവൻ്റെ മോന്ത കാണിച്ച ക്യാമറയുടെ മുമ്പ് നിർത്തിയത് വേറൊരു സംവിധായകനായിരിക്കും. അതുപോലെ എന്നെ ഈ ഉണ്ണി ആറന്മുള മരിച്ചപ്പോൾ എനിക്ക് തോന്നിയ വിഷമം എന്താണെന്ന് വെച്ചാൽ, എന്നെ ആറന്മുളയിൽ നിന്ന് ഒരാൾ വിളിച്ചു. അദ്ദേഹം വളരെ ഫീൽ ചെയ്ത് എന്നോട് പറഞ്ഞു, സാറേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയല്ലേ. അവനതെ ആടുജീവിതത്തിൻ്റെ സംവിധായകൻ ബ്ലസ്സിയെ പരിചയമുണ്ട്. അവനുണ്ട്. ബ്ലസ്സി ആദ്യമായിട്ട് വർക്ക് ചെയ്ത ആരുടെ സാറേ? ഞാൻ P പത്മരാജൻ്റെ കൂടെ. അല്ല സാർ, വെറ്റിയും പാക്കും ഒരു രൂപ തുട്ടും വെച്ച് കാലിത്തൊട്ട് തൊഴുത് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ആദ്യമായിട്ട് തുടക്കം കുറിക്കുന്നത് ഉണ്ണി ആറന്മുളയുടെ സിനിമയിലാണ്. പക്ഷേ ക്ലബ് ബോയ് പോലും ആയിരുന്നില്ല, ആളൊതുക്കലും അതൊക്കെ ആയിരുന്നു. ആദ്യം നിൽക്കുമ്പോൾ അതൊക്കെ ആണല്ലോ ചെയ്യിക്കുന്നത്. അങ്ങനെ എന്താ പറയുക, ആ ഉണ്ണി ആറന്മുളയുടെ ശിഷ്യനായി തുടക്കം കുറിച്ച ആളാണ് ബ്ലസ്സി സാർ. ഈ ഉണ്ണി ആറന്മുളയ്ക്ക് ഇത്രയും വിഷമഘട്ടങ്ങൾ വന്ന ഒരു സമയത്തും ബ്ലസ്സി എന്ന് പറഞ്ഞ മനുഷ്യൻ, അയാളാണെങ്കിൽ ഈ കർത്താവിൽ ഒരുപാട് പ്രാർത്ഥനയും വിശ്വാസങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ആളാണ് ബ്ലസ്സി. അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഉണ്ണി ആറന്മുളയെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. അയാൾ മരിച്ചിട്ട് പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് എന്നോട് ഒരു ആറന്മുളക്കാരൻ പറഞ്ഞത്. ഇനിയിപ്പോൾ മരിച്ച സമയത്ത് ഞാൻ ആടുജീവിതവുമായി ഓസ്കർ അവാർഡിന് അമേരിക്കയിലായിരുന്നു, ഹോളിവുഡിലായിരുന്നു എന്നൊക്കെ പറയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ബ്ലസ്സി എന്ന് പറഞ്ഞ സംവിധായകൻ ഒരു സഹായവും ഈ വീണുപോയ ഉണ്ണി ആറന്മുളയ്ക്ക് വേണ്ടി ചെയ്തിട്ടില്ല. പക്ഷേ അയാൾ ആദ്യമായിട്ട് ഇയാൾ അസിസ്റ്റൻ്റ് ഡയറക്ടറാക്കി എന്നുള്ള ഒരു ദ്രോഹം മാത്രമേ ഉണ്ണി ആറന്മുള ചെയ്തിട്ടുള്ളൂ. ഒരു ഇൻ്റർവ്യൂവിലും ബ്ലസ്സി പറയുകയില്ല ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്തത് ഉണ്ണി ആറന്മുളയോടൊപ്പമാണെന്ന് പറയുകയില്ല. കാരണം അവർക്ക് പത്മരാജൻ എന്ന് പറയുമ്പോൾ അല്ലേ വെയിറ്റ്. അതൊരു മോശ ശീലമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ആരുടെയെങ്കിലും ആദ്യം വർക്ക് ചെയ്തെങ്കിൽ വളരെ ബഹുമാനത്തോടെ പറഞ്ഞു ഞാൻ ആദ്യമായി വർക്ക് ചെയ്തത് ഇന്ന ആളിനോടാണ്. അതിലൊക്കെയാണ് നമ്മുടെ എന്താ പറയുക IV ശശി ആയാലും ഹരിഹരനായാലും ജോഷി സാറായാലും. ജോഷി സാർ ക്രോസ് ബെൽറ്റ് മണിയല്ല എൻ്റെ ഗുരുനാഥൻ എന്ന് എവിടെയെങ്കിലും പറയുമോ? 100 പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ഗുരുനാഥൻ ക്രോസ് ബെൽറ്റ് മണിയാണ്, അഭിമാനത്തോടെ പറയും ഇല്ലേ. എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്നത് M കൃഷ്ണൻ നായരാണ് എന്ന് ഹരിഹരൻ സാർ പറയും. ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ആദ്യമായിട്ട് വർക്ക് ചെയ്തത് AB രാജുവിനോടാണെന്ന് IV ശശി അഭിമാനത്തോടെ പറയും. പക്ഷേ ഈ ബ്ലസ്സിമാർ ഞാൻ P പത്മരാജൻ്റെ ശിഷ്യനാണെന്ന് ഗുരുവിൻ്റെ ചില കാഴ്ചപ്പാടുകളാണല്ലോ എൻ്റെ സിനിമയിലുള്ളതെന്നൊക്കെ പറഞ്ഞ് അടിക്കും. എന്തായാലും അത് മോശമായിപ്പോയി എന്ന് പറയാം. അതുപോലെ തന്നെ വേറൊരു വാർത്ത വരുന്നത്, ഈ കൊറോണ ബാധിച്ച ആശുപത്രിയിൽ വെന്റിലേറ്ററിലേക്ക് കിടന്നിറങ്ങിയപ്പോൾ ആശുപത്രിയുടെ ബില്ല് തീർത്തത് സുരേഷ് ഗോപിയാണെന്ന് ചുമ്മാ ഒരു വാർത്ത വരുന്നു. എന്നെ വിളിച്ച ആറന്മുളക്കാരൻ പറഞ്ഞത് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ആളിനെ ഉണ്ണി ആറന്മുളയെ അറിയില്ല,
1 രൂപ സഹായിച്ചിട്ടില്ല. പക്ഷേ ഇത് എവിടെ നിന്നാണ് ഈ വാർത്ത വന്നതെന്ന് അറിയില്ല. ഞാൻ ഉറപ്പിച്ച് പറയുന്നു സാർ എന്ന് പറഞ്ഞ് എൻ്റെ അതിൻ്റെ ഓഡിയോ മെസ്സേജ് കിടപ്പുണ്ട്, ഫോണിൽ സംസാരിച്ചതിൻ്റെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപി ഇത് ഇവിടെ സംഭവിക്കുന്ന വേറൊരു കാര്യമാണിത്. സുരേഷ് ഗോപി മനസ്സിൽ പോലും ചിന്തിക്കാത്തതല്ല ഇപ്പോൾ സുരേഷ് ഗോപി സംഭാവന ചെയ്തു, സുരേഷ് ഗോപിയാണ് അയാളെ സഹായിച്ചെന്ന് പറഞ്ഞ് ഒരുപാട് കള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിലൊന്നാണ് ഉണ്ണി ആറന്മുളയെ സുരേഷ് ഗോപി കൈ അയച്ച് സഹായിച്ചു ആശുപത്രി ബില്ല് തീർക്കാനെന്ന് പറയുന്ന വാർത്ത. വണ്ടിച്ചക്രം എന്ന് പറഞ്ഞ ചിത്രാഞ്ജലിയിൽ പൂർത്തിയായി, ഇനി ഒരിക്കലും പുറത്തു വരാത്ത രീതിയിൽ അത് ചിത്രാഞ്ജലി ലാബിൻ്റെ എന്തൊക്കെ കുഴപ്പങ്ങൾ കൊണ്ട് ഫിലിമെല്ലാം ഫംഗസായി മെൽറ്റായി ഇല്ലാതെ ആയിപ്പോയ ഒരു പടം. റീറെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് കോപ്പി ആയ പടം. ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഒരു കൊള്ളക്കാരി ചെയ്യുന്നത് പോലെ 5 ലക്ഷം രൂപ എന്തോ കുടിശ്ശിക അടയ്ക്കാനുണ്ട്, അത് അടയ്ക്കാതെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ച പടം പൂർണ്ണമായും നശിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ പറയുന്ന എന്താ പറയുക, ഈ വണ്ടിച്ചക്രത്തിൻ്റെ പ്രൊഡ്യൂസറോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളോട് ഒരു കേസ് കൊടുക്കണം. നിങ്ങളുടെ 5 ലക്ഷം രൂപ ഞങ്ങൾ എന്നൊക്കെ ഞങ്ങളെ സിനിമ അതായെന്ന് പറഞ്ഞാൽ ചിത്രാഞ്ജലി ഓടിത്തള്ളും. ഷാജിയൻ കരുണൊക്കെ പോണ വഴി പുല്ല് ഉരുക്കില്ല. ആ പടം നശിച്ചു പോയി. എന്നിട്ടും 5 ലക്ഷം രൂപ തരാനുള്ളതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ മരിക്കുന്നതിൻ്റെ അവസാന ദിവസങ്ങളിൽ ഉണ്ണി ആറന്മുള തിരുവനന്തപുരത്ത് വന്ന് മന്ത്രി KB ഗണേഷ് കുമാറിനെയും മന്ത്രി സജി ചെറിയാനെയും കണ്ടു. എൻ്റെ ഇങ്ങനൊരു പടം, ചിത്രാഞ്ജലി കൊടുത്ത പടം പൂർത്തിയായി, പക്ഷേ 5 ലക്ഷം രൂപ ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ തടഞ്ഞു വെച്ചു. ഇപ്പോൾ ചോദിച്ചപ്പോൾ ആ പടം ഇല്ല, നശിച്ചു പോയി എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞ് എന്തെങ്കിലും സഹായം KSFDC നിന്ന് ഉണ്ടാവണമെന്നൊക്കെ പറഞ്ഞ് ചെന്നു എന്ന് പറയുന്നു. എന്തായാലും എന്നെ വണ്ടിച്ചക്രത്തിൻ്റെ നിർമ്മാതാക്കളുടെ ഒരാളായ റജി വെട്ടൂർ എന്ന് പറഞ്ഞ റജി എബ്രഹാം എന്നെ വിളിച്ചു. ഒരുപാട് നേരം റജിയായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ റജി പറയുന്നത്, ചിത്രാഞ്ജലി പാക്കേജിലാണ് ഞങ്ങൾ ഈ പടം ചെയ്തത്, 5 ലക്ഷം രൂപ കുടിശ്ശികയായി. നമ്മുടെ ദിവ്യ ഉണ്ണി ആദ്യമായിട്ട് സിനിമാ ക്യാമറയുടെ മുന്നിൽ നിന്ന് ആദ്യത്തെ സിനിമയാണ് ഈ പറയുന്ന വണ്ടിച്ചക്രം. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് 3-4 വർഷം സഹനിർമ്മാതാവായ റജി ആണ്, അല്ലെങ്കിൽ റജി വെട്ടൂരാണ് ഉണ്ണി ആറന്മുളയ്ക്ക് ചെലവിന് കൊടുത്തുകൊണ്ടിരുന്നത്. എവിടെയോ വെച്ച് ഈ പറഞ്ഞ ഉണ്ണി ആറന്മുള മമ്മൂട്ടിയെ കാണും. മമ്മൂട്ടിയോട് പറയുന്നു, ഞാനിങ്ങനെ ഒരു വണ്ടിച്ചക്രം എന്ന് പറഞ്ഞ പടം ചെയ്തു, അതിൻ്റെ സഹനിർമ്മാതാവായ റജി വെട്ടൂറാണ് എൻ്റെ ഇപ്പോൾ അന്നദാതാവ് എന്ന് പറയുന്നു. മമ്മൂട്ടി അപ്പം തന്നെ നമ്പർ വാങ്ങി റജി വെട്ടൂരിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി റജി സഹായിക്കണ്ട ഉണ്ണിയെ, ഞാൻ നോക്കിക്കൊള്ളാം ഉണ്ണിയെ എന്ന് വാക്ക് കൊടുത്തു. റജി എന്നോട് പറയാണ്, മമ്മൂട്ടിയെ പോലെ ഒരാളല്ലാതെ ആര് പറയും എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാലം നേരത്തെ പറഞ്ഞ പോലെ വിതരണ കമ്പനിയിൽ ഒരു ജോലിയൊക്കെ കൊടുത്ത് ഉണ്ണി ആറന്മുളയ്ക്ക് ജീവിക്കാനുള്ള ശമ്പളം കൊടുത്തത് എന്താ പറയുക മമ്മൂട്ടിയായിരുന്നു. പക്ഷേ സഹപ്രവർത്തകനായ ഒരാൾ തന്നെ പാര പണിഞ്ഞതോടുകൂടി മമ്മൂട്ടി എന്താ പറയുക ഉണ്ണി ആറന്മുളയുമായി തെറ്റി. അതിനുശേഷം ഉണ്ണി വിളിച്ചാൽ ഫോൺ കൊടുക്കില്ല, കാണാൻ ചെന്നാൽ കാണാനും സമ്മതിക്കില്ല. അങ്ങനെ ഉണ്ണി ആറന്മുളയുടെ ദുരിതകാലം ഒരു സിനിമാക്കാരൻ തന്നെ ഉണ്ടാക്കി വെച്ചു കൊടുത്തു. ഇടയാറന്മുള കൈപ്പള്ളി വീട്ടിൽ കേശവപിള്ളയുടെയും കമലാക്ഷി അമ്മയുടെയും 5 മക്കളിൽ 3ാമനാണ് ഉണ്ണികൃഷ്ണപിള്ള എന്ന ഉണ്ണി ആറന്മുള. ഒരു സഹോദരി മാത്രമേ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ. അവർ വീൽ ചെയറിലാണ് യാത്ര ചെയ്യുന്നത്. അവർ എന്തോ രോഗബാധിതയായ സ്ത്രീയാണ്. ആറന്മുളയെ കൊണ്ടുവന്നു അടക്കി, NSSൻ്റെ കൊടിയൊക്കെ പുതപ്പിച്ച് അടക്കി. പക്ഷേ ഞാൻ അറിഞ്ഞത് ശരിയാണോ തെറ്റാണോന്ന് എനിക്കറിയില്ല. ഈ സഞ്ചയനം 5-ൻ്റെന്നോ 7-ൻ്റെന്നോ സഞ്ചയനം നടത്തിയിട്ടാണല്ലോ ഹിന്ദു ആചാരപ്രകാരം ആ കുഴി മൂടുന്നത്. അതുപോലും മൂടാതെ അനാഥമായി കിടക്കുന്ന കാഴ്ച കണ്ടു എന്ന് തന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു. സാറേ സഹിക്കില്ല സാറേ, സിനിമാക്കാരനായതിൻ്റെ ഒറ്റ പേരിൽ ബന്ധുക്കളെല്ലാവരും തള്ളിക്കളഞ്ഞ ഉണ്ണി ആറന്മുള മരിച്ച് കത്തിച്ച് ചാമ്പലാക്കിയിട്ടിരിക്കുന്നു. പക്ഷേ അത് ഒന്ന് പറിച്ചു മൂടാൻ, വെട്ടി മൂടാൻ പോലും മെനക്കെടാൻ ആരുമില്ലാത്തൊരവസ്ഥയിലാണ് ഉണ്ണി ആറന്മുളയുടെ അവസാന കാലം കടന്നു പോയത് എന്ന് പറയുമ്പോൾ ഇനി ആർക്കും ഈ ഗതി വരരുതെന്ന് ഞാൻ പറയും. എയർഫോഴ്സിൽ വലിയ ശമ്പളം വാങ്ങുന്ന എന്നോട് പറഞ്ഞ ആൾ പറഞ്ഞത് എങ്ങനെയെന്ന് വെച്ചാൽ, സല്യൂട്ട് അടിക്കാൻ ഉദ്യോഗസ്ഥർ കതകിൻ്റെ മുന്നിൽ നിൽക്കുന്ന, ആർക്കും കയറി കാണാവുന്ന ആളായിരുന്നില്ല, അത്രയും വലിയ പോസ്റ്റിലായിരുന്നു. അങ്ങനെ ജീവിച്ച, സ്വർണ്ണക്കറണ്ടി കൊണ്ട് ജീവിച്ച എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ ജീവിച്ചൊരു മനുഷ്യൻ സിനിമ എന്ന് പറഞ്ഞ ഒരു മോഹവലയത്തിൽപ്പെട്ട് ഉണ്ടായിരുന്ന 2 ഏക്കറോളം 200 സെൻറ്റോളം വസ്തുവിനെ, കണ്ണായ സ്ഥലത്തുള്ള വസ്തുവിനെ കിട്ടിയ വിലയ്ക്ക്, ആക്രി വിലയ്ക്ക് വിറ്റ് സിനിമ എടുക്കാൻ പോയി. കഥ എഴുതി, തിരക്കഥ എഴുതി, ഗാനങ്ങൾ എഴുതി, സംവിധാനം ചെയ്ത് നിർമ്മിച്ച് ഒന്നുമല്ലാതെ നശിച്ചു പോവുക. അവസാനം മാന്യമായി അടക്കാൻ പോലും ബന്ധുക്കൾ തയ്യാറാകാതെ പോകുന്ന ഹതഭാഗ്യനായി പോയ ഒരാളാണ് ഉണ്ണി ആറന്മുള. ഉണ്ണി ആറന്മുള പുതിയ സിനിമകൾ എടുക്കാൻ വരുന്നവർക്കൊക്കെ ഒരു സൂചനയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ സംസാരിച്ച ബൽറാമായാലും ശരി, ജയവിജയമാരിലെ ജയൻ സാറായാലും ശരി, ഉണ്ണി ആറന്മുള ആയാലും ശരി, 3 പേരുടെയും ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട്
ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.